ഈശ്വരി സദാശിവസമാരംഭാം സയഥോർണനാഭിസ്തന്തുനോച്ചരേ യഥാഗ്നേ ക്ഷുദ്രാ വിസ്ഫുലിംഗാ ഉച്ചരന്തി ഏവമേവ അസ്മാദാത്മനഃ സർവേ പ്രാണാ സർവേ ലോകാ സർവേ ദേവാ സർവാണി ഭൂതാനി ഉച്ചരന്തി. തസ്യോപനിഷത് സത്യസ്യ സത്യമിതി പ്രാണാ വൈ സത്യം തേഷാമേഷ സത്യം. പുരുഷയിച്ഛ രാഗാദി വൈചിത്ര്യ പുരുഷമതി വൈചിത്ര്യം. ഇതനുസരിച്ചാണ് സാധ്യസാധനങ്ങളെന്ന് ഉപദേശിക്കുന്നത്. അതുകൊണ്ട് വേദം എന്ന് പറയുന്ന ശാസ്ത്രം പലതും ഉപദേശിക്കുന്നുണ്ട്. സഗുണവും നിർഗുണവും കർമ്മവും ഉപാസനയും അതെല്ലാം പുരുഷമതി വൈചിത്ര്യമേഷ. അതിനൊക്കെ അധികാരികൾ വേറെ വേറെയാണ്. ഉപദേശം സവിതൃ പ്രതിപാദിക ഉദാസ്ഥേ, അതിന് പക്ഷപാതമില്ല, പക്ഷഭേദമില്ല. ശാസ്ത്രത്തിനങ്ങനെ ഒന്നിനോട് പ്രത്യേകിച്ച് താല്പര്യമില്ല. ഓരോന്നിനും അധികാരികളുള്ളതുകൊണ്ട് തന്നെ ഉപദേശിക്കുന്നു. അതിനാണ് പ്രജാപതി ദേവ മനുഷ്യ അസുരന്മാർക്ക് ഉപദേശിച്ച കാര്യം പറഞ്ഞു. എന്നുവെച്ചാൽ വിധിശാസ്ത്രം ഏതാവതാ നിർവിഷയസ്യ കാരകാദിഭേദം വിധിശാസ്ത്രം ഉപനിഷദാം ബ്രഹ്മേകത്വം പ്രതി പ്രാമാണ്യം നിവർത്തയതി സവിശേഷുരാണി ഹി പ്രമാണാനി ശ്രോത്രാദിവ. ഇവിടെ ബ്രഹ്മേകത്വത്തെ ബോധിപ്പിക്കുന്നു. ജീവപരഭേദത്തെ നിരാകരിക്കുന്നു.
അങ്ങനെ വരുമ്പോൾ വിധിശാസ്ത്രത്തിന് അധികാരിയില്ലാതെ വരുന്നില്ല, നിർവിഷയമാകുന്നില്ല, അധികാരിയില്ലാതെ വരുന്നില്ല. എന്തുകൊണ്ട്? ഉക്തകാരകാദിഭേദം വിധിശാസ്ത്രം മുമ്പ് പറഞ്ഞല്ലോ, തൊട്ടു മുമ്പ് പറഞ്ഞു. അവിദ്യ ഉപസ്ഥാപിതമായ യഥാപ്രാപ്തസേവ വിദ്യ പ്രത്യുപസ്ഥാപിതസ്യ ക്രിയാകാരക ഫലസ്യാശ്രയേണ. അവിദ്യ ഈ ക്രിയാകാരക ഫലഭേദത്തെ ഇങ്ങനെ നിലനിർത്തുന്നിടത്തോളം കാലം വിധിശാസ്ത്രം അതിന്റെ വഴിക്ക് പ്രവർത്തിച്ചോളും. അതിനാള് കാണും. കർമ്മം ചെയ്യാനും ഫലം അനുഭവിക്കാനും എല്ലാം ആളുണ്ടാകും. അവരത് ചെയ്തോളും. ഉപനിഷതാം ബ്രഹ്മേകത്വം പ്രതി പ്രാമാണ്യം നിവർത്തയതി. അത് തിരിച്ച് ഉപനിഷത്ത് ബോധിപ്പിക്കുന്ന ആ ഏകത്വം അതിനെ നിഷേധിക്കുന്നില്ല. രണ്ട് ഉപനിഷത്ത് ഏകത്വം ബോധിപ്പിക്കുന്നു, അതിന് വിരോധമല്ല കർമ്മകാണ്ഡം. കർമ്മകാണ്ഡം ദ്വൈതം ബോധിപ്പിക്കുന്നു, അതിന് വിരോധമല്ല ഉപനിഷത്തിലെ ഏകത്വം. എങ്ങനെ ഒരു ഉപദേശം എന്നുള്ള നിലയ്ക്ക്, തത്വം എന്ന നിലയ്ക്ക് വിരുദ്ധമാണ്. ദ്വൈതത്തിന് വിരുദ്ധമാണ് ഏകത്വം, ഏകത്വത്തിന് വിരുദ്ധമാണ് ദ്വൈതം. പക്ഷെ ഇവിടെ ഉപദേശം എന്നുള്ള നിലയ്ക്കാണ് പറയുന്നത്. കർമ്മകാണ്ഡ ഉപദേശം ബ്രഹ്മകാണ്ഡ ഉപദേശത്തിന് വിരുദ്ധമല്ല, അതിന് അധികാരി വേറെയായിരുന്നു. ബ്രഹ്മകാണ്ഡ ഉപദേശം കർമ്മകാണ്ഡ ഉപദേശത്തിന് വിരുദ്ധമല്ല, അതിന് അധികാരി വേറെയായതുകൊണ്ട്. എന്തുകൊണ്ട്? സ്വവിഷയ ശൂരാണിഹി പ്രമാണാനി ശ്രോത്രാധിപതി. പ്രമാണങ്ങളെല്ലാം അതാതിന്റെ വിഷയത്തിലാണ് അവരുടെ പരാക്രമമല്ല. എന്നുവെച്ചാൽ അതാതിന്റെ വിഷയത്തിൽ അവർ പ്രവർത്തിച്ചോളും. പ്രമാണങ്ങൾ എന്ന് വെച്ചാൽ വാക്യങ്ങളുടെ വേദവാക്യങ്ങൾ അതാതിന്റെ വിഷയങ്ങളിൽ പ്രവർത്തിക്കുന്നതെന്ന് വെച്ചാൽ അതാതിന് അധികാരി, അതാതിന്റെ സാധന, അതാതിന്റെ ഫലം, അത് ഈ വാക്യങ്ങൾക്ക് വെവ്വേറെയാണ്. കർമ്മകാണ്ഡ വാക്യങ്ങൾക്ക് വേറെ, ഉപാസനയ്ക്ക് വേറെ, ഉപനിഷത്ത് വാക്യങ്ങൾക്ക് വേറെ. അവ പരസ്പരം മത്സരമല്ല, പരസ്പരം വിരോധിക്കുന്നില്ല. അതാതിന്റെ വിഷയത്തിൽ പ്രവർത്തിക്കുന്നു. ശ്രോത്രാദികൾ, അതാണ് നമ്മൾ മുമ്പ് ചർച്ച ചെയ്തത്. എന്താണ്? ചെവി കേൾക്കുന്നു, കണ്ണു കാണുന്നു. ഇവരെ രണ്ടുപേരും തമ്മിൽ വിരോധമില്ല. ഒരിക്കലും ചെവി പറയുന്നില്ല നീ കണ്ണുകൊണ്ട് കണ്ടത് രൂപമല്ല എന്ന് പറയുന്നു. ഇങ്ങനെ കണ്ണ് പറയുന്നില്ല നീ ചെവി കൊണ്ട് കേൾക്കുന്നത്, നീ കേൾക്കുന്നത് ശബ്ദമല്ല, അങ്ങനെ പറയുന്നില്ല. അവരവരവരുടെ വിഷയത്തിൽ പ്രവർത്തിക്കുന്നു. പരസ്പര വിരോധമില്ല. വിരോധിച്ചാൽ പ്രവർത്തിക്കാൻ കഴിയത്തില്ല. ജീവന വിഷയഗ്രഹണത്തിന് ഇവരോരോരുത്തരും അവരവരുടെ ജോലി ചെയ്തേ കഴിയും. അതിന് ഒരു പ്രധാന കാരണം പറഞ്ഞു. എന്താണോ? വിശേഷിച്ചും ഈ വേദശബ്ദം, ശബ്ദപ്രമാണം ജ്ഞാപകമാണ് എന്ന് അതാണ്. വിരോധിക്കുകയും സ്നേഹിക്കുകയൊക്കെ ചെയ്യുമ്പോൾ അത് ജ്ഞാപകമുണ്ട്, അത് പ്രവൃത്തിയാണ്. അത്തരം പ്രവൃത്തിയിലേക്ക് അത് പോകുന്നില്ല. ശബ്ദം സ്വരൂപത്തെ ബോധിപ്പിക്കുന്നു, ശ്രോതാവിന് സ്വന്തം സ്വരൂപത്തെ ബോധിപ്പിക്കുന്നു. ശബ്ദം സർവത്ര അങ്ങനെ ബോധകമാണ്. പക്ഷെ ഇവിടെ അതിൽ പ്രത്യേകതയുണ്ട്. ഇവിടെ സ്വരൂപബോധകം എന്ന് പറയുന്നു.
ശബ്ദം എന്നുള്ള ഒരു പ്രമാണം മറ്റു പ്രമാണങ്ങളെപ്പോലെ തന്നെ പ്രമേയം ഉണ്ടാക്കുന്നതാണ്. പ്രമ എന്ന് പറഞ്ഞാൽ ജ്ഞാനം, അനുഭവം. ഇവിടെ ശ്രോതാവിൻ ആണ് അതുണ്ടാക്കുന്നത്. ശ്രോതാവും ആ ജ്ഞാനസ്വരൂപനാണ്, അറിവോട് കൂടിയവനാണ്, അറിയുന്നവനാണ് ശ്രോതാവ്. അറിവുണ്ട്. ഈ ശബ്ദം ആ ശ്രോതാവിന് തന്റെ സ്വരൂപം എന്താണെന്ന് ബോധ്യപ്പെടുത്തുക. ശബ്ദം എന്ന് പറയുന്നത് ബാഹ്യമായ ഈ ബോധത്തെ അപേക്ഷിച്ച് ജഡമായ ഒരു വസ്തുവാണ്. അതിനെക്കുറിച്ച് ബാഹ്യമായി ചിന്തിക്കുമ്പോൾ പുറമേ നിന്നാണ് ശബ്ദം വരുന്നത്. അതിനെങ്ങനെ ഉള്ളിൽ ബോധത്തെ ഉണ്ടാക്കാൻ കഴിയും? ജഡമായ ശബ്ദത്തിനുള്ളിൽ ബോധത്തെ എങ്ങനെ ഉണ്ടാക്കാൻ കഴിയും? കാരണം ജഡത്തിൽ നിന്നും വിലക്ഷണമാണ് ബോധം. ശബ്ദം ബാഹ്യമാണ്, ശ്രോത്രേന്ദ്രിയത്തിലൂടെ ഗ്രഹിക്കുന്നതാണ്, അത് ജഡമാണ്. അതിനാരെങ്കിലും ചൈതന്യമായി അറിയുന്നുണ്ടോ? ഇല്ല. എന്തുകൊണ്ട്? രൂപരസഗന്ധ സ്പർശ ശബ്ദം മറ്റുള്ളതെല്ലാം ബാഹ്യമായ ജഡവിഷയങ്ങളാണ്. ആ ശബ്ദത്തിന് എങ്ങനെ ബോധത്തെ ഉണ്ടെത്താൻ കഴിയും? കാരണം അത് ബോധത്തിൽ പ്രവർത്തിക്കുന്നുണ്ട്. കാരണം അതിന് ജ്ഞാപകം എന്ന് പറയുന്നത് ബോധത്തിലാണ് പ്രവർത്തിക്കുന്നത്. അതും എങ്ങനെയുള്ള ബോധം? ശ്രോതാവിന്റെ സ്വരൂപമായിരിക്കുന്ന ബോധം. ആ ബോധത്തിലാണ് ശബ്ദം പ്രവർത്തിക്കുന്നത്. ഉദാഹരണം പറഞ്ഞാൽ ഒരു കല്ല് ജലാശയത്തിലേക്ക് വലിച്ചെറിയുന്നു. കല്ലെന്ന് പറയുന്നത് പാർത്ഥിവമാണ്, പൃഥ്വിയുടെ അംശമാണ്. ജലമെന്ന് പറയുന്നത് ജലമാണ്. രണ്ടും വ്യത്യസ്തമാണ്. വ്യത്യസ്ത സ്വഭാവമാണ് രണ്ടും. കല്ലിന്റെ സ്വഭാവം സ്വരൂപമല്ല ജലത്തിൻ്റെത്. കല്ല് കഠിനമാണ്, ജലം തരളമാണ്. ഇങ്ങനെ പല വ്യത്യാസങ്ങളുണ്ട്. പക്ഷെ കല്ല് വെള്ളത്തിലേക്ക് വലിച്ചെറിഞ്ഞു കഴിഞ്ഞാൽ വെള്ളത്തിൽ അലകളുണ്ടാകും. എന്താ ഈ അലകൾ കല്ലിന്റെ സ്വഭാവമാണോ അതോ ജലത്തിന്റെ സ്വഭാവമാണോ? അറിയാം, ജലത്തിന്റെ സ്വഭാവമാണ്. അപ്പോൾ കല്ലും ജലവും തമ്മിൽ പരസ്പര വിരുദ്ധ സ്വഭാവമാണെങ്കിലും ആ കല്ലിന് ജലത്തിൽ അതിന്റെ സ്വഭാവത്തിലുള്ള അലകളെ ഉണ്ടാക്കാൻ കഴിയും. ഇവിടെ ഉണ്ടാകുന്ന അലകളെല്ലാം ജലത്തിന്റെ സ്വഭാവമുള്ളതാണ്, കല്ലിന്റെ സ്വഭാവമുള്ളതല്ല. കല്ലിന്റെ സ്വഭാവമായ കാഠിന്യമല്ല അവിടെ കാണുന്നത്, ജലത്തിന്റെ സ്വഭാവമായ തരളതയാണ് അവിടെ കാണുന്നത്. എന്തുകൊണ്ടങ്ങനെ? വസ്തു സ്വഭാവം അങ്ങനെയാണ്.
കല്ലും ജലവുമായിട്ടുള്ള സംയോഗത്തിൽ കല്ലിൽ നിന്ന് വ്യത്യസ്തമായ ആ ജലത്തിൽ തരംഗങ്ങളുണ്ടാകും. ഇവിടെ ശബ്ദവും ബോധവുമായിട്ടുള്ള സംസർഗം. ശബ്ദവും ചിത്തുമായിട്ടുള്ള സംസർഗം രണ്ടും രണ്ടാണ്. പക്ഷെ ആ സംസർഗം ഉണ്ടാകുമ്പോൾ കല്ലും ജലവും പോലെ അവിടെ അലകൾ ഉണ്ടാകുന്നത് പോലെ അവിടെ എങ്ങനെ അല ഉണ്ടാകുന്നത്? ഒരു ചെറിയ കല്ലിട്ട് കഴിഞ്ഞാൽ ചെറിയ അലയുണ്ടാകും, വലിയ കല്ലിട്ട് കഴിഞ്ഞാൽ വലിയ അലയുണ്ടാകും. മണലാണ്ടിടുന്നെങ്കിൽ അവിടെ ചെറിയ നുരകളുണ്ടാകും. അതുപോലെ ശബ്ദമായിട്ട് ഈ ബോധത്തിന് സംബന്ധം വരുമ്പോൾ ആ ശബ്ദത്തിന്റെ സ്വഭാവം അനുസരിച്ച് ഇതിൽ ഈ ബോധത്തിനുണ്ടാകുന്ന അലകൾ, അതിനെയാണ് പറയുന്ന അറിവ് എന്ന് പറയുന്നത്. ശബ്ദത്തിന്റെ സ്വഭാവം അനുസരിച്ച് ഒരുവനെ അഭിസംബോധന ചെയ്തിട്ട് ഹേ രാമ എന്ന് പറയും. ശബ്ദത്തിന്റെ സ്വഭാവം അനുസരിച്ച് ആ വ്യക്തിക്ക് ബോധമുണ്ടാകുന്നു. ഇതാ രാമനായ എന്നെ വിളിക്കുന്നു, ആ ബോധമുണ്ടാകുന്നു. എന്നെ അയാൾ അഭിസംബോധന ചെയ്ത് രാമനെന്നാണ്. ഇങ്ങനെ ആ ശബ്ദത്തിൽ നിന്ന് പലതരത്തിലുള്ള ബോധമുണ്ടാകുന്നു. ആ ബോധങ്ങളെല്ലാം എന്താണ്? ചൈതന്യമാണ്, ചൈതന്യമയമാണ്. ബോധങ്ങളെ ചിത്താണ്. അതുപോലെ ഇവിടെയും ശബ്ദം സ്വബോധത്തെ ഉണർത്തുന്നു നോക്കണമെങ്കിൽ പറയാം. വാസ്തവത്തിൽ പുറമേ നിന്ന് ശബ്ദം ബോധത്തെ കൊണ്ടുവരികയല്ല. ശബ്ദം പുറമേ നിന്ന് വന്നൊരു നിമിത്തമായി. സമുദ്രത്തിൽ നിന്ന് പുറത്തു നിന്ന് അവിടെ അലകളും തിരകളൊന്നും കൊണ്ടുവന്നില്ല. അതുതന്നെ അതുപോലെ ഇവിടെ എന്താണ്? ശബ്ദം ആ ബോധത്തിൽ തന്നെ അതേ സ്വഭാവത്തിലുള്ള തിരകളെ ഉണ്ടാക്കുന്നു. അതുകൊണ്ട് പറയുന്നു ബോധത്തെ ബോധിപ്പിക്കുന്നു. അഹം ബ്രഹ്മാസ്മി എന്ന് ബോധിപ്പിക്കുന്നു. ഈ ശബ്ദത്തിന് മറ്റൊന്നും ചെയ്യാൻ കഴിയില്ല. അത് തുച്ഛമാണ്, ഉണ്ടായി നശിച്ചു പോകുന്ന ഒന്നാണ്. അതുകൊണ്ടാണ് കാരകമല്ല എന്ന് പറയുന്നത്. ആ ശബ്ദം ശ്രവിക്കുന്നവന് ശ്രവണേന്ദ്രിയത്തിലൂടെ ആ ശബ്ദം ഒരുവന്റെ ഉള്ളിൽ പതിയുമ്പോൾ അത് പതിയുന്ന അവിടെ ബോധമുള്ള വിധത്തിലാണ്. അവിടെ ശബ്ദത്തിനനുസരിച്ച് ബോധത്തിന്റെ അലകളുണ്ടാകും. തത്വമസി എന്നാണ് ശബ്ദമെങ്കിൽ അതനുസരിച്ച് അഹം തദസ്മി എന്ന് ബോധമുണ്ടാകും. ശബ്ദത്തിനനുസരിച്ച് രാമനെന്നോ കൃഷ്ണനെന്നോ വിളിച്ചു കഴിഞ്ഞാൽ അതിന്റെ ബോധം ഉണ്ടാകും. അപ്പോ വാസ്തവത്തിൽ ഈ ബോധം ഉണ്ടാകുന്നത് എന്റെ ഉള്ളിലാണ്. ശബ്ദം കേവലം ഒരു നിമിത്തം മാത്രം. വെള്ളവും കല്ലും പോലെ ആ ഒരു നിമിത്തമേ ഉള്ളൂ. അതുകൊണ്ടാണ് ചിലടത്തൊക്കെ പറയുന്നത് ആത്മബോധം ബാഹ്യമായ പ്രമാണങ്ങളെയൊന്നും ആശ്രയിക്കുന്നതിനാണ് ചിലടത്തൊക്കെ പറയുന്നത്. അതുകൊണ്ടാണ്
കാരണം അവിടുത്തെ ആ ബോധം ആ സ്വരൂപത്തിൽ നിന്ന് വേറെയല്ല. അതുകൊണ്ട് ജലത്തിലുണ്ടായ തരംഗം ജലത്തിൽ നിന്ന് വേറെയല്ല, അത് തന്നെയാണ്. ആണെങ്കിലും അവിടെ ശബ്ദം നിമിത്തമായുള്ള അതിനൊരു പ്രത്യേക ആകാരം ഉണ്ടായി. അഹം ബ്രഹ്മാസ്മി, ബ്രഹ്മീകത്വം എന്ന് പറയുന്നൊരാകാരം ആ ശബ്ദത്തിലുണ്ടായി. അതുകൊണ്ട് വേറെ സ്ഥലങ്ങളിൽ പറയാം എന്താണ്, അറിവ് പുറമേ നിന്ന് വരുന്നില്ല, അറിവ് ഉള്ളിൽ തന്നെയാണ് ഉണ്ടാകുന്നത്. ചോദിക്കും, അതുകൊണ്ടാണ് പറയുന്നത് ഈ ശബ്ദം ബോധത്തെ ഉണ്ടാക്കി എന്നൊക്കെ നമ്മൾ പറയുന്നതിന് എന്താ അർത്ഥം? ആത്മബോധത്തെ ശബ്ദത്തെ ഉണ്ടാക്കാൻ പറ്റും. കല്ല് തരംഗങ്ങളെ ഉണ്ടാക്കിയെന്ന് പറഞ്ഞാൽ അത്രയും മനസ്സിലാക്കിയാൽ മതി. ആ തരംഗങ്ങൾ ജലം തന്നെയാണ്, പക്ഷെ അതവിടെ ഒരു നിമിത്തമായി. അതുപോലെ ശബ്ദം ഒരു നിമിത്തമായി. ആ ബോധം സ്വയം ഉണ്ടാകുന്നതാണ്. അതുകൊണ്ട് ബോധം സ്വയം ഉണ്ടാകുന്നു. ചെല്ലു പറയുന്നു, അങ്ങനെ ഒരു ബോധം ഉള്ളിലുണ്ടാകുന്നതിന് ഈ ശബ്ദത്തിന്റെ ആവശ്യമില്ല, അല്ലാതെ ഉണ്ടാകാം. തരംഗം പലതരത്തിലുണ്ടാകാം. എങ്ങനെ ഉണ്ടാവും? ശബ്ദത്തെ ശ്രവിച്ചിട്ടല്ല, ശബ്ദത്തെ സ്മരിച്ചിട്ടല്ല. ശബ്ദത്തെ ശ്രവിക്കുന്ന നമുക്കറിയാം, വേറെ ആൾ ഉപദേശിക്കുന്നു. ശബ്ദത്തെ സ്മരിക്കുന്ന എവിടെയാണ്? ഇവിടെ ശബ്ദത്തെ സ്മരിക്കുന്നത് മുമ്പ് പറഞ്ഞിട്ടുണ്ട്. ശ്രവണേന്ദ്രിയത്തിലൂടെ ശബ്ദത്തെ കേൾക്കുമ്പോൾ ശബ്ദത്തെ ശ്രവിക്കുന്നു. ചക്ഷുരേന്ദ്രിയത്തിലൂടെ ശബ്ദത്തെ കാണുമ്പോൾ ശബ്ദത്തെ സ്മരിക്കുന്നു. ഓർമ്മയുണ്ടോ? ഇപ്പൊ ഇവിടെ ഇരുന്നുകൊണ്ട് ഇത് വായിക്കുന്നു. വായിക്കുമ്പോൾ എന്റെ വാഗേന്ദ്രിയം പ്രവർത്തിക്കുന്നു, ശബ്ദത്തെ കേൾവിക്കാരനെ ശ്രമിക്കുന്നു. ഞാൻ വായിക്കുന്നില്ല, നോക്കിയിരിക്കുകയാണ്. എത്ര പണ്ഡിതം മന്യഹ ചിത്തവശാദ്, ഇങ്ങനെ ശബ്ദം വായിക്കുന്നില്ല. അപ്പോൾ എന്ത് ചെയ്യുന്നു? എന്നിലെന്താ സംഭവിക്കുന്നു? ഞാൻ ശബ്ദത്തെ സ്മരിക്കുന്നു. ലിപികളിലൂടെ ശബ്ദത്തെ സ്മരിക്കുന്നു. അവിടെ ഈ ശബ്ദം പ്രവർത്തിക്കുകയാണ് ഉള്ളിൽ. പക്ഷെ ഉള്ളിലേക്ക് അവിടെ ശബ്ദം കിടക്കുന്നത് ശബ്ദം സ്മരണ രൂപത്തിലാണ്. കാരണം ഞാൻ കേൾക്കുന്നില്ല, ഞാൻ ഉച്ചരിക്കുന്നില്ല, അതുകൊണ്ട് കേൾക്കുന്നില്ല. ഉച്ചരിച്ചാൽ ഞാനും കേൾക്കും. ഈ രണ്ട് രീതിയിലുമല്ല എന്ന് പറയുന്നു, ധ്യാനിച്ചിട്ടെന്ന് പറയുന്നു. അങ്ങനെ ബോധമുണ്ടാകും. ശരി, ധ്യാനിക്കുമ്പോൾ എന്താ സംഭവിക്കുന്നത്? ഞാനിപ്പോ ഇവിടെ നോക്കിയിട്ട് മനസ്സുകൊണ്ട് വായിക്കുന്നു. അത് വെച്ചാൽ ഞാൻ ശബ്ദം പുറപ്പെടുവിക്കുന്നില്ല.
വാസ്തവത്തിൽ ധ്യാനിക്കുന്നിടത്ത് ഇതല്ലേ സംഭവിക്കുന്നു. എങ്ങനെ ധ്യാനിക്കുന്നു? അഹം ബ്രഹ്മാസ്മി. അവിടെ വാഗീന്ദ്രിയം പ്രവർത്തിക്കുന്നില്ല, മനസ്സ് സ്മരിക്കുന്നു. എങ്ങനെ ധ്യാനിക്കുന്നു? തത്വമസിയുന്നു, അഹം ബ്രഹ്മാസ്മി. ഇവിടെ ഞാൻ വായിക്കുന്നില്ല, അക്ഷരം നോക്കുന്നു. അപ്പോൾ എനിക്ക് ശബ്ദസ്മരണയാണ്. ധ്യാനിക്കുന്നിടത്തും അത് തന്നെ ശബ്ദസ്മരണം. ശബ്ദസ്മരണയിൽ നിന്നുകൊണ്ട് അർത്ഥത്തെ മനസ്സനുസന്ധാനം ചെയ്യുന്നു. അതിന്റെ ഉപായ ശബ്ദസ്മരണ തന്നെ. ആ ശബ്ദസ്മരണ കൂടാതെ ആർക്കെങ്കിലും സ്വരൂപത്തെ ധ്യാനിക്കാൻ പറ്റും? ഏതെങ്കിലും ഒരു സമർത്ഥനുണ്ടോ അങ്ങനെ സ്വരൂപത്തെ ധ്യാനിക്കാൻ ശബ്ദസ്മരണ കൂടാതെ? ആർക്കെങ്കിലും കഴിയും? ഇനി സ്വരൂപത്തെ അല്ല, കുരങ്ങനെ ധ്യാനിച്ചാലും ശരി. കുരങ്ങൻ ശബ്ദമുള്ളി വരും. ശബ്ദത്തിലൂടെ ശബ്ദത്തെ സ്മരിച്ചുകൊണ്ട് അർത്ഥത്തെ അനുസന്ധാനം ചെയ്യുകയും ബധിരനാണെങ്കിലോ ബധിരനാണ്. എല്ലാവരും അയാൾക്ക് എങ്ങനെ ധ്യാനിക്കണമെന്നാലും പറഞ്ഞു കൊടുക്കാൻ കഴിയില്ല. അയാളുടെ ലോകത്തിൽ ശബ്ദമേ ഇല്ല. ശബ്ദം തന്റെ ലോകത്തിലില്ലെങ്കിൽ രൂപത്തെ ആശ്രയിച്ച് ധ്യാനിക്കും. കേവല രൂപം മാത്രം. അത് ശബ്ദത്തിലൂടെ അറിയുന്നവർക്ക് സങ്കല്പിക്കാൻ കഴിയത്തില്ല എങ്ങനെയാണ്. ശബ്ദത്തെ ഗ്രഹിച്ച് ധ്യാനിക്കുന്നവന് മറിച്ച് അതെങ്ങനെയെന്ന് സങ്കല്പിക്കാൻ കഴിയില്ല. രണ്ട് ലോകമാണ്. എന്തായാലും ഉപനിഷത്ത് ബധിരനോടല്ല പറയുന്നു, ശ്രവണശക്തി ഉള്ളവനോടാണ്. ആ നിലയ്ക്ക് ഇവിടെ ചിന്തിക്കുന്നുള്ളൂ. തലതിരിഞ്ഞ് ചിന്തിക്കുന്നവരിതൊക്കെ ചോദിക്കും. ഞാൻ പറയുന്നു. അപ്പം അവിടെ ശബ്ദം ജ്ഞാപകമെന്ന് പറയുന്നത് അതുകൊണ്ടാണ്, കാരകമല്ല. ഏതെങ്കിലും തരത്തിൽ ശബ്ദസ്മാരകമായി നിന്നുകൊണ്ടോ അല്ലെങ്കിൽ പ്രത്യക്ഷമായി നിന്നുകൊണ്ടോ ഉള്ളിൽ ആത്മപ്രകാശനത്തെ ചെയ്യുന്നു, സ്വരൂപത്തെ പ്രകാശിപ്പിക്കുന്നു. ഇതിവിടെ ശബ്ദം ബോധിപ്പിക്കുന്നത് തന്നെ താൻ സ്വയം ആ അറിവാണ്. ബ്രഹ്മേകത്വം എന്ന് ബോധിപ്പിച്ചാലും ശരി, നീ അറിവാണെന്ന് ബോധിപ്പിച്ചാലും ഒന്ന് തന്നെ. ആ ബോധനം തന്നിൽ പ്രവർത്തിക്കുന്നു, അങ്ങനെ അറിവായിട്ടാണ്. സൂര്യൻ പ്രകാശിക്കുന്നു എന്ന് പറയുന്നു. നമുക്കറിയാം സൂര്യൻ ഒരു ഗോളമാണ്. പ്രകാശം ഇവിടെയുണ്ട്, നമ്മുടെ മുമ്പിലുണ്ട്. ആ ഗോളത്തെ നമ്മൾ കാണുന്നത് വളരെ ദൂരെയാണ്. ദേശഭേദം വരും. അങ്ങനെ ദേശഭേദം വരുന്നിടത്ത് പോലും സൂര്യൻ പ്രകാശിക്കുന്നു എന്നൊരു ക്രിയ നമ്മൾ പറയുന്നുണ്ടെങ്കിലും വാസ്തവത്തിൽ നമ്മൾക്ക് ഇവിടെ കാണുന്ന ഈ പ്രകാശത്തെ നമുക്ക് സൂര്യനിൽ നിന്ന് വേർതിരിക്കാനൊക്കത്തില്ല. നമ്മൾ
സൂര്യനെ ഗോളമായിട്ടും പ്രകാശത്തെ അതിൽ നിന്നും വന്നതായിട്ടും വേറിട്ട് കാണുന്നുണ്ടെങ്കിലും ഇതിനെ നമുക്ക് വേർതിരിക്കാം. ആർക്കെങ്കിലും പറ്റുമോ സൂര്യനിൽ നിന്നും ഈ പ്രകാശത്തെ വേർതിരിച്ചെടുക്കുക? അസാധ്യമല്ലാതെ പ്രകാശം അതിന്റെ സ്വഭാവമാണ്, സൂര്യന്റെ സ്വഭാവമാണ് പ്രകാശം. ഇവിടെ സൂര്യനിൽ നിന്നും ആ പ്രകാശത്തെ വേർതിരിക്കാൻ നമുക്ക് സാധ്യമല്ല. ഒരു കണ്ണാടിയുടെ സൂര്യന് മുമ്പ് പിടിക്കുകയും പിടിച്ചു കഴിഞ്ഞാൽ നമുക്ക് സൂര്യന്റെ പ്രകാശത്തെ പ്രതിഫലിപ്പിക്കാൻ പറ്റും. പ്രതിഫലിപ്പിക്കാം. കണ്ണാടി എന്ന് പറയുന്ന ഒരു ഉപാധി ഉള്ളതുകൊണ്ട് ശരി, അങ്ങനെ പ്രതിഫലിപ്പിച്ചാൽ സൂര്യന്റെ പ്രകാശം അവിടെ ആ പ്രകാശത്തെ സൂര്യനിൽ നിന്ന് വേർതിരിക്കാൻ പറ്റും. അത് കഴിയും. പ്രതിഫലനത്തെ അതും പ്രകാശം തന്നെ. പക്ഷെ കണ്ണാടിക്ക് ഒരു വിശേഷതയുണ്ട്. അതിന്റെ പ്രതലം അത്യധികം സ്വച്ഛമാണ്. അതുകൊണ്ട് അതിന് പ്രതിഫലിപ്പിക്കാൻ കഴിയുന്നു. അതുപോലെ ചില വസ്തുക്കൾ പ്രകാശത്തെ ആഗിരണം ചെയ്യുന്നതുകൊണ്ട് ചിലത് പ്രതിഫലിപ്പിക്കുന്നു, ചിലത് ആഗിരണം ചെയ്യുന്നു. എന്തായാലും ആ പ്രകാശത്തെ ആ സൂര്യഗോളത്തിൽ നിന്ന് വേർപിരിക്കാൻ ഇതൊന്നിനും കഴിയത്തില്ല. എന്തുകൊണ്ട്? അത് ആ ഗോളത്തിന്റെ സ്വഭാവമാണ്. അതവിടെ ഗോളരൂപത്തിലിരിക്കുന്നു, ഇവിടെ പ്രകാശരൂപത്തിലിരിക്കുന്നു, അല്ലെങ്കിൽ തരംഗരൂപത്തിൽ കിരണരൂപത്തിലിരിക്കുന്നു. ശബ്ദം എന്ന് പറയുന്നത് ബോധത്തെ ഉണ്ടാക്കുന്നു എന്ന് പറയുമ്പോൾ ഈ പറയുന്ന സ്വരൂപമായിരിക്കുന്ന അറിവിൽ നിന്നും വേറിട്ടൊരു ബോധത്തെ അത് ഉണ്ടാക്കുന്നില്ല. നിങ്ങൾ സൂര്യന്റെ മുമ്പിൽ കണ്ണാടിയെടുത്ത് പിടിച്ചിട്ട് ആ പ്രകാശത്തെ പ്രതിഫലിപ്പിക്കുമ്പോൾ എന്താ സൂര്യപ്രകാശത്തിൽ നിന്ന് വേറിട്ടൊരു പ്രകാശമാണോ പ്രതിഫലിച്ചത്? എന്ത് പറയും നിങ്ങളത്? സൂര്യപ്രകാശം തന്നെ. വേറൊരു പ്രകാശം പ്രതിഫലിച്ചെന്ന് പറയാൻ പറ്റും? സൂര്യപ്രകാശം തന്നെ. അതുപോലെ ഈ ശബ്ദം സ്വരൂപത്തെ പ്രകാശിപ്പിക്കുന്നു എന്ന് പറയുന്നു. എന്താ? സ്വരൂപമല്ലാത്തൊരു പ്രകാശമുണ്ട്, പ്രകാശിപ്പിക്കുന്നു. സ്വരൂപമല്ലാത്തൊരു പ്രകാശമുണ്ട്. മറിച്ചത് എന്താണ്? പ്രതിഫലിപ്പിക്കുന്നത് പോലെ. അതിന്റെ സ്വതയുള്ള പ്രകാശത്തെ അത് പ്രതിഫലിപ്പിക്കുന്നത് പോലെ. അതുകൊണ്ട് ആ പ്രകാശം വേറെയാകും. അവിടെ സംഭവിക്കുന്നത് അതായത് അത് ജ്ഞാപകം മാത്രമാണ്. അത് ആ വിഷയമാണ് ഇവിടെ പറയുന്നത്. കാരകമല്ല എന്ന് പറയുക. അത് ജ്ഞാപകം എന്ന് പറയുന്നതുകൊണ്ട് എന്താ ഉദ്ദേശിക്കുന്നത്? അങ്ങനെ ഒരു ആത്മബോധം എന്ന് പറയും. തന്നെക്കുറിച്ചുള്ള ആ തിരിച്ചറിവ് അത് തന്നിൽ നിന്നും വേറെ അല്ല. അതുകൊണ്ടാണ് ഇവിടെ ഇപ്പോൾ ക്രിയ, കാരകം, കർത്താവ് ഇതിനെക്കുറിച്ചെല്ലാം പറയുമ്പോൾ ഭാഷകാരൻ അതൊക്കെ വേറെയാണ്, തന്നിൽ നിന്ന് വേറെയാണ്. ക്രിയ എന്ന് പറയുമ്പോൾ അത് വേറെയാകും. പക്ഷെ താൻ സ്വയം എന്താണ്? ആ അറിവാണ്, ചിത്താണ്. അപ്പോൾ അതിന്റെ പ്രതിഫലനം
അത് ശബ്ദത്തിന്റെ സഹായത്തോടുകൂടി അന്ധകരണത്തിൽ സംഭവിപ്പിക്കുമ്പോൾ കണ്ണാടി എന്ന് പറയുന്നത് അന്ധകരണത്തിന്റെ സ്ഥാനത്ത്, ശബ്ദം എന്ന് പറയുന്നത് അതിന്റെ സ്വച്ഛത. കണ്ണാടി എന്ന് പറഞ്ഞിട്ട് കാര്യമുണ്ടോ? അത് അത്യന്തം സ്വച്ഛമായിരുന്നതിന് പ്രതിഫലനം ഉണ്ടാവും. ആ സ്വച്ഛതയുടെ സ്ഥാനത്താണ് ശബ്ദം. അത് തന്നെ പ്രകാശിപ്പിക്കുന്നു. അവിടെ പ്രകാശം വേറെയാകുന്നു. അപ്പൊ ആത്മഭിന്നമായ ഒന്നവിടെ സംഭവിക്കുന്നില്ല. ശബ്ദം സ്വരൂപത്തെ പ്രകാശിപ്പിക്കുന്നു എന്ന് പറയുമ്പോൾ ആത്മഭിന്നമായ മറ്റൊന്നും സംഭവിക്കുന്നില്ല, രണ്ടാമൊന്നും സംഭവിക്കുന്നില്ല. ആത്മഭിന്നമായ മറ്റൊന്നുണ്ടെങ്കിൽ അവിടെ അത് കർത്താവാണോ, കരണമാണോ, ക്രിയയാണോ, കാരകമാണോ എന്നൊക്കെ ചിന്തിക്കാം. ഇവിടെ അങ്ങനെ രണ്ടാമതൊന്നില്ലാത്തത് കൊണ്ട് പറയുന്നത് എന്താണ്? ശബ്ദം ജ്ഞാപകമാണ്. ഉദാഹരണം അതവിടെ ചെയ്യുന്നില്ല. അവിടെ ജ്ഞാനം എന്ന് പറയുന്നത് സൂര്യഗോളവും അതിന്റെ കിരണവും പോലെയുള്ളൂ. പക്ഷെ സൂര്യൻ ഉള്ളപ്പോ സഹജമായി തന്നെ അതിന്റെ കിരണം പ്രകാശിച്ചുകൊണ്ടേയിരിക്കുന്നു. ശരിയാണ്, ഇവിടെ ജ്ഞാനം സ്വയം പ്രകാശിച്ചുകൊണ്ട് തന്നെയിരിക്കുന്നു. പിന്നെ എന്താ ശബ്ദത്തിന്റെ ആവശ്യം? അത് സ്വയം പ്രകാശിച്ചുകൊണ്ടിരിക്കുകയാണ്. ശബ്ദം എന്തിനും ആവശ്യമുണ്ട്. അതുപോലെ ഒരു ഉദാഹരണം പറഞ്ഞു. വിളക്ക് പ്രകാശിച്ചുകൊണ്ടേയിരിക്കുന്നു. പക്ഷെ വിളക്ക് പ്രകാശിക്കുമ്പോൾ അതിന്റെ ചോട്ടിൽ ഇരുള് വരാം. അതിന്റെ ചോട്ടിൽ ഇരുട്ട് വരില്ല, സംഭവിക്കാമല്ലോ. എന്തുകൊണ്ടാണെന്ന് കാരണം ഉപാധി. വിളക്ക് പ്രകാശിക്കണമെങ്കിൽ അവിടെ ഉപാധിയുള്ളവർ നിലവിളക്കുന്നൊരു സാധനം, തിരിയും എണ്ണയും പ്രകാശം കൂടാതെ അതിനൊക്കെ ആധാരമായിട്ടൊരു വസ്തു. അതാണ് ഇവിടെ ഉപാധി ആശ്രയിച്ചാണ്. ആ ഉപാധികൾ എന്ത് ചെയ്യുന്നു? ആ പ്രകാശിക്കുന്നിടത്ത് തന്നെ ഇരുട്ടിനി ഉണ്ടാകുന്നു. ഇവിടെ അന്ധകരണമാണ് ഉപാധി, അത് തന്നെ ഇരുട്ടിനുണ്ടാക്കുന്നു. പക്ഷെ അതിന്റെ സ്വച്ഛതയാണ് ശബ്ദം. വിളക്കിന്റെ ചുവട്ടിൽ ഇരുട്ടുണ്ടെങ്കിൽ അതിന് മുമ്പിലൊരു കണ്ണാടി എടുത്ത് പിടിച്ചാണ് ആ പ്രതിഫലനം അങ്ങോട്ട് ചെന്നു കഴിഞ്ഞാൽ ആ ഇരുള് പോകും. പിന്നെ ചുവട്ടിൽ ഇരുട്ട് കണക്കുന്നു. അതുപോലെ ഇവിടെ എന്ത് ചെയ്യുന്നു? ഇത് ജ്ഞാപകമാകുന്ന ശബ്ദം ഈ സ്വയം പ്രകാശിക്കുന്ന സൂര്യന്റെ തന്നിൽ തന്നെയുള്ള ഇരുളിനെ, ഈ ഉപാധികൾ കൊണ്ടുവന്ന ഇരുളിനെ ഈ ശബ്ദം മാറ്റുന്നു. എങ്ങനെ? കേവലം ജ്ഞാപകമെന്നുള്ളതിലേക്ക് അവിടെ പ്രത്യേകിച്ച് ഒന്നും സംഭവിക്കുന്നില്ല. പ്രത്യേകിച്ചൊരു ക്രിയ അവിടെ സംഭവിക്കുന്നില്ല. ക്രിയ സംഭവിക്കണമെങ്കിൽ പ്രകാശം അതിന്റെ സ്വഭാവത്തെ വിടണം, എന്നാലേ ക്രിയ ആകത്തുള്ളൂ. എന്തുകൊണ്ട് പ്രകാശത്തെ ക്രിയ എന്ന് പറയുന്നില്ല? ക്രിയ എന്ന് പറയുന്നത് പ്രകാശത്തിന്റെ സ്വഭാവമല്ലാത്തതാണ്. ഇപ്പൊ ഞാൻ എൻ്റെ കൈ ചലിപ്പിക്കുന്നു, കാല് ചലിപ്പിക്കുന്നു, ഇത് ക്രിയയാണ്, ഭൗതിക ക്രിയ. എന്താ? ഇത് പ്രകാശത്തിന്റെ സ്വഭാവമാണല്ല. പ്രകാശത്തിന്റെ സ്വഭാവം എന്ന് പറയുന്നത് എന്താണ്? ജ്വലിക്കുക, പ്രകാശിക്കുക. അത് ക്രിയയല്ല, അതതിന്റെ സ്വഭാവമാണ്. ക്രിയ എന്ന് പറയുന്നത് പുറമേ വന്നു ചേരുന്ന. കാരണം എൻ്റെ കൈക്ക് നിശ്ചലമായിരിക്കാൻ കഴിയും, ചലിക്കാനും കഴിയും.
എന്റെ കയ്യിൽ ക്രിയ വരുന്നു പോകുന്നു, അത് ആഗന്തുകമാണ്. അതിന് പ്രകാശിക്കാതിരിക്കാൻ കഴിയില്ല. കുറച്ച് സമയം പ്രകാശിക്കുക. അങ്ങനെ സംഭവിച്ചാൽ അതിന് ക്രിയയെന്ന് നമുക്ക് പറയാം. വരികയും പോവുകയും ചെയ്യുന്നു. മറിച്ച് നമ്മളെന്ത് പറയുന്നു? അതതിന്റെ സ്വഭാവമാണ്. സ്വഭാവം എന്ന് പറയുമ്പോൾ ആഗന്തുകമല്ല, അത് ക്രിയയല്ല. കയ്യിലങ്ങനെയല്ല, ക്രിയ വരുന്നു പോകുന്നു. നമ്മൾ പ്രകാശം ഒരിക്കലും ക്രിയയല്ല, സ്വഭാവമാണ്. ആ പ്രകാശം ഏത് രൂപത്തിലായാലും ശരി, ഗോളകമായി നിന്നാലും ശരി, കിരണരൂപത്തിലായാലും ശരി, പ്രതിഫലന രൂപത്തിലായാലും ശരി, ഏത് രൂപത്തിലായാലും പ്രകാശം തന്നെ, പ്രകാശമയം. അതുപോലെ സ്വരൂപം അത് ജ്ഞാനമയമാണ്. ശബ്ദം എന്തുകൊണ്ട് വേണ്ടിവരുന്നു? ഭാഷ്യകാരൻ പറയും. ഈ ശബ്ദത്തിന്റെ ജോലി എന്ന് പറയുന്നത് നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ ആത്മാവിനെ പ്രകാശിപ്പിക്കുകയല്ല, ആത്മാവിനുള്ള അജ്ഞാനത്തെ തിരസ്കരിക്കുകയാണ്. അതിനാണ് ഞാൻ ഉദാഹരണം പറഞ്ഞത്. വെളിച്ചത്തിന്റെ ചുവട്ടിലുള്ള ഇരുട്ടിനെ മാറ്റുകയാണ്, അല്ലാതെ പ്രകാശിപ്പിക്കുകയല്ല. എന്താ? പ്രതിഫലനം കൊണ്ടാണോ അത് പ്രകാശിച്ചത്? അല്ല. പ്രതിഫലനം ചെയ്യുന്ന ഒരു തുച്ഛമായൊരു കാര്യമാണ്. എന്താണ്? അവിടെയുള്ള ഇരുട്ടിനെ മാറ്റി അതിനെ ആശ്രയിക്കുന്നുണ്ടോ? പ്രകാശമുണ്ട്. പ്രകാശം ഇരുട്ടുണ്ടെങ്കിലും ഇരുട്ടില്ലെങ്കിലും ഏകരൂപത്തിൽ പ്രകാശം ഉപയോഗിക്കുന്നു. അതൊരു ഉദാഹരണത്തിലൂടെ മനസ്സിലാക്കുന്നതാണ്. എന്തുകൊണ്ട് ജ്ഞാപകം എന്ന് പറയുന്നു? അത്തരത്തിലാണ് ഈ ശബ്ദം ജ്ഞാപകമാകുന്നത്, കാരകമല്ലാതാകുന്നത്, ക്രിയ അല്ലാതാകുന്നത്. അതുകൊണ്ട് പറഞ്ഞു എന്താണ്? ആ ശബ്ദം ഇത്രയേ ഉള്ളൂ ജോലി. ബാക്കിയെല്ലാം എങ്ങനെ? അവന്റെ സംസ്കാരം അനുസരിച്ച് എന്ന് പറയും. ഇതാണ് നമ്മൾ കഴിഞ്ഞ ദിവസം ചർച്ച ചെയ്തത്. അതിന്റെ വിശദീകരണമാണത്. നിരാകാര ധ്യാനത്തിൽ ശബ്ദം. അപ്പൊ ഈ നിരാകാര ധ്യാനം എന്ന് പറയുന്നിടത്തും എന്താണ്? അവിടെ ശബ്ദം എങ്ങനെ പ്രവർത്തിക്കുന്നു എന്നാണ്. അപ്പം നമുക്ക് തോന്നുന്ന ഒരു തെറ്റിദ്ധാരണയാണ്. എന്താണ്? നിരാകാരം എന്ന് പറയുന്നതും സാകാരം എന്ന് പറയുന്നതും നിർഗുണമെന്ന് പറയുന്നതും ശഗുണമെന്ന് പറയുന്നതും എല്ലാം ശബ്ദം തന്നെ. സാകാരം എന്ന് പറയുന്നിടത്ത് ശബ്ദമുണ്ട്, നിരാകാരം എന്ന് പറയുന്നിടത്ത് ശബ്ദമില്ല എന്ന് നമുക്കെന്തോ ഒരു ഭ്രമം അതുകൊണ്ട് തോന്നുന്നു. ഒരാള് തന്നെ ധ്യാനിക്കണം നിരാകാരൻ. അപ്പൊ ശബ്ദം നിരാകാര ശബ്ദം ഇത്രയുള്ളൂ. ഒരാള് ധ്യാനിക്കണം നിർഗുണം, അവിടെ നിർഗുണമെന്നുള്ള ശബ്ദം. ഈ നിർഗുണമെന്ന് നിങ്ങൾ കേട്ടത് ശബ്ദമല്ലേ? ഞാൻ നിർഗുണം എന്ന് ഉച്ചരിച്ചാൽ കേൾക്കുന്നത് ശബ്ദമാണ്, നിരാകാരം എന്ന് ഉച്ചരിച്ചാൽ കേൾക്കുന്നത് ശബ്ദം. ഇത് കണ്ണടച്ചിട്ട് ശബ്ദം പുറപ്പെടുവിക്കാതെ ഉള്ളിൽ ഇത് അവിടെ വെച്ചാൽ അത് ശബ്ദം തന്നെ. ശബ്ദത്തിലൂടെ ഒരർത്ഥത്തെ നമ്മൾ അനുസന്ധാനം ചെയ്യാനുള്ള ഒരു ശ്രമം. നിരാകാരം, അങ്ങനെ ഒരു വസ്തു നമ്മൾ കണ്ടിട്ടില്ല, ആകാരമില്ലാത്ത വസ്തു. എന്നാലും കൽപ്പിക്കുന്നു എന്താണ്? ആകാശം. അതിനൊരാകാരമില്ല, നിശ്ചിതമായ ആകാരമില്ല. മേശ പോലെ ഒരു ആകാരമല്ല. അപ്പം നിരാകാരം എന്നുള്ളതിനെ കുറിച്ചൊരു ആശയം വരുന്നു മനസ്സിൽ. ആകാശം പോലെ, ഇപ്പൊ താൻ ആകാശം പോലെയാണ്. അങ്ങനെ ഒരു ശബ്ദത്തെ ആശ്രയിക്കാതെ ധ്യാനിക്കാൻ പറ്റത്തില്ല. ഇനി ശബ്ദത്തെയും ആശ്രയിക്കാതെ ധ്യാനം കൊണ്ടൊരു സ്ഥലത്തിൽ എത്തിച്ചേർന്നു എന്ന് പറഞ്ഞാൽ അത് സുഷുപ്തി പോലും ഒരവസ്ഥയായിരിക്കും. അവിടെ ശബ്ദമില്ലല്ലോ, പക്ഷെ ഒന്നുണ്ട് അവിടെ. അവിടെ ശബ്ദത്തിലൂടെ ഗ്രഹിക്കാനൊന്നുമില്ല. എന്നാൽ അവിടെ ഒന്ന് നിൽക്കുന്നുണ്ട്. അതിനാണ് യോഗികൾ അസംപ്രജ്ഞാത സമാധി എന്നും മറ്റും പറയും.
അങ്ങനെയൊന്നില്ലെന്ന് പറയുന്നില്ല. എന്തുകൊണ്ടിവിടെ ഈ തത്വത്തെ കുറിച്ച് തന്നെ പറയുന്നത് എന്താണ്? അത് ശബ്ദപ്രമാണ ഗമ്യമല്ല, അഭാഗം മനോഗോചരമാണെന്നൊക്കെ പറയുന്നില്ലേ. ശബ്ദവും മനസ്സും നിർത്തുന്നില്ല. അല്ലാതെ ധ്യാനം എന്ന് പറയുന്നതിന് ഒരു അഭ്യാസമായിട്ടെടുക്കുമ്പോൾ അവിടെ ശബ്ദത്തെ ആശ്രയിച്ചിട്ട് തന്നെയാണ് തുടങ്ങുന്നത്. അല്ല, തുടങ്ങാൻ പറ്റത്തില്ല. നിർഗുണം എന്ന് ധ്യാനിച്ചാലും നിർഗുണ ശബ്ദത്തെ ആശ്രയിക്കും. നിരാകാരം എന്ന് ആശ്രയിച്ചാലും ആ ശബ്ദം അവിടെയുണ്ട്. സ്വരൂപം എന്ന് ധ്യാനിച്ചാലും ആ ശബ്ദമുണ്ട്. മനസ്സിനൊരു താങ്ങാണ് ശബ്ദം, അതില്ലാതെ പറ്റത്തില്ല. അത് ശ്രവണേന്ദ്രിയത്തിലൂടെ ഉള്ളിൽ പതിയണമെന്നില്ല, ഒരു മനോവൃത്തിയായി ഉള്ളിൽ നിന്നാൽ മതി. അതേ ഉള്ളൂ വ്യത്യാസം. കേൾക്കുന്നില്ലല്ലോ എന്ന് പറയും. അതാണ് പറഞ്ഞത്, അത് സ്മൃതി രൂപത്തിലെന്ന് പറയും. കേൾക്കണമെന്നില്ല, കേട്ടില്ലെങ്കിൽ അത് സ്മൃതി രൂപത്തിലായിരിക്കും, ശബ്ദസ്മരണയായിരിക്കും. എന്തായാലും അതവിടെ ഉണ്ടാവും മനസ്സ്. അത് പക്ഷേ ജ്ഞാപകമാണ്. ഏതിനെ സംബന്ധിച്ച്? ഈ അറിവിനെ സംബന്ധിച്ച്, സ്വരൂപത്തെ സംബന്ധിച്ച്, തത്വത്തെ സംബന്ധിച്ച്. കാരണം അത് അറിവായതുകൊണ്ടാണ്. ആ സ്വരൂപത്തെ സംബന്ധിച്ച് അത് ജ്ഞാപകമാകുന്നതിനാണ് നമ്മളിവിടെ ഉദാഹരണം പറഞ്ഞത്. ഇത് അദ്വൈതത്തിന്റെ വഴി. ഇനി തത്ര പണ്ഡിതം മന്യാഹ, പണ്ഡിതം മന്യന്മാര്, തേജസ്വചിത്തവശാ സർവം പ്രമാണം ഇതരേതര വിരുദ്ധം മന്യന്തേ. പണ്ഡിതന്മാന്യന്മാരെന്ന് പറഞ്ഞാൽ പഠിച്ചറിവുള്ളവരെയാണ് പണ്ഡിതന്മാന്യന്മാരെന്ന്. ഒരുപാട് ശാസ്ത്രങ്ങൾ പഠിക്കുന്നു ഇത് പറഞ്ഞിട്ടുണ്ട്. ഇത് പഠിച്ചറിവല്ല, പഠിച്ചറിവ് ഇതുമായിട്ട് ബന്ധമില്ല. ഇത് പഠിക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ അകന്നു പോകുന്ന സാധനമാണ്. അതിൽ പഠനമില്ല, പലതവണ പറഞ്ഞിട്ടുണ്ട്. തർക്കം പഠിക്കുന്നു, വ്യാകരണം പഠിക്കുന്നു. പണ്ട് അതൊക്കെയാണ് പഠിക്കുന്നത്. ഇന്ന് സയൻസ് പഠിക്കുന്നു, കണക്ക് പഠിക്കുന്നു, ചരിത്രം പഠിക്കുന്നു. അതിനകത്ത് പഠനം. ഇതെല്ലാം പഠിച്ചവർ. ഇതെല്ലാം പഠിച്ചവനും അല്ലേ ഈ പറയുന്ന കാര്യങ്ങളെക്കുറിച്ച് ഒരു വിവരവും ഉണ്ടാവണമെന്നില്ല. ഈ കാര്യത്തിന് മുൻപൊരു ശിശുവായി നമ്മൾ വളരെ അത്ഭുതപ്പെടുന്നു എന്ന് പറയും. ആ ശാസ്ത്രജ്ഞൻ പറഞ്ഞിരിക്കുന്നു. അയാൾ ഒരു കാര്യത്തിൽ മഹത്വമുള്ളവനാണ്, അയാൾ ബുദ്ധിയുള്ളവനാണ്, അന്വേഷണ ബുദ്ധിയുള്ളവനാണ്, അതൊക്കെ ശരിയാണ്. പക്ഷെ ഈ വിഷയത്തിൽ അയാൾ ശിശുവാണ്, തനന്തയനാണ്. എന്തുകൊണ്ട്? ഇത് അയാളുടെ വിഷയമല്ല. അയാൾ ബഹിർമുഖമായി നാനാ വിഷയങ്ങൾ പഠിച്ചു, അതിനെക്കുറിച്ച് അറിവുണ്ടാക്കി. അതുകൊണ്ടിവിടെ ആത്മവിഷയത്തെ സംബന്ധിച്ച് അയാൾ എന്തെങ്കിലും പറഞ്ഞാൽ അതിനൊരു മഹാകാര്യമാണ് എന്ന് കരുതുന്നതൊക്കെ വെറും പോഴത്തരമാണ്. കാരണം അത് അവരുടെ വിഷയമല്ല. അവരുടെ വിഷയത്തിൽ അവർ മഹാത്മാരാണ്, അത് സമ്മതിക്കും. പ്രഗത്ഭന്മാരാണ്, നിസ്തർക്കമാണ്. പക്ഷെ ഇത് ആ വിഷയമല്ല. ഇത് എന്തുകൊണ്ട്? അവരുടെ വിഷയങ്ങളെല്ലാം അവർ പഠിച്ചറിഞ്ഞ വിഷയങ്ങളാണ്. അതൊന്നും ആത്മനിഷ്ഠമായി അറിഞ്ഞാൽ തന്നെക്കുറിച്ചുള്ള അറിവിൽ അവർക്ക് ശാസ്ത്രജ്ഞനാകാൻ പറ്റും. ശാസ്ത്രത്തെ പഠിച്ചറിഞ്ഞാലേ ശാസ്ത്രജ്ഞനാകാൻ പറ്റും. ആത്മനിഷ്ഠമായ അറിവുകൊണ്ട് താനല്ലാതെ മറ്റെന്തിനെങ്കിലും അറിയാൻ കഴിയും? ഇല്ല. അപ്പോൾ അത്തരക്കാരാരായാലും ശരി, ഏത് ശാസ്ത്രം പഠിച്ചവനായാലും ശരി, വേദാന്ത ശാസ്ത്രം പഠിച്ചവനായാലും ശരി, അദ്വൈത ശാസ്ത്രം പഠിച്ചവനായാലും ശരി,
ഭൗതിക ശാസ്ത്രം പഠിച്ചവനായാലും ശരി, എല്ലാം ഒരേ കണക്ക് തന്നെ, ഒരു വ്യത്യാസം. എല്ലാവരും പണ്ഡിതം മന്യന്മാരാണ്. അതുകൊണ്ട് അവർ പഠിച്ചിരിക്കുന്നത് വിഷയങ്ങളെയാണ്. അവരുടെ അറിവ് വർദ്ധിച്ചിരിക്കുന്നത് വിഷയങ്ങളെ സംബന്ധിച്ചാണ്. ഇതങ്ങനെയല്ല. ഇവിടെ പറയുന്നത് എന്താണ്? നിർവിഷയമായിരിക്കുന്ന സ്വസ്വരൂപത്തെക്കുറിച്ചുള്ള ശ്രവണ മനനങ്ങളെക്കുറിച്ചാണ്. ഇത് രണ്ടാണ്, ഒന്നല്ല. നമ്മൾ പറയുന്ന ശാസ്ത്രീയമായ പഠനം അത് ഇതിനുപകരിക്കത്തില്ല. ഇതിനെ ശാസ്ത്രീയമായി പഠിക്കുന്നു. ഇതിനെ നമുക്ക് വേണമെങ്കിൽ പറയാം, ഇതൊരു ശാസ്ത്രമാണ്. അന്തർമുഖമായ അറിവ് ഒരു ശാസ്ത്രമാണ്. അതിന് അതിൻ്റെതായ ഒരു ശാസ്ത്രീയതയുണ്ട്. നമ്മൾ കണക്കും സയൻസും പഠിക്കുന്ന ശാസ്ത്രീയതയല്ല, ഒരിക്കലുമല്ല. എന്തുകൊണ്ട്? അവിടെയെല്ലാം വിഷയ പഠനമാണ് നടക്കുന്നത്. പഠിക്കുന്നതെന്തോ അതിനെ അറിവിന് വിഷയമാക്കി അതിനൊരു രീതി വിധാനം അവർ രൂപപ്പെടുത്തിയിരിക്കുകയാണ്. കണക്ക് ഇങ്ങനെ പഠിക്കണം, സയൻസ് ഇങ്ങനെ പഠിക്കണം, ശരീരശാസ്ത്രം ഇങ്ങനെ പഠിക്കണം, മനഃശാസ്ത്രം ഇങ്ങനെ പഠിക്കണം. സർവത്ര വിഷയത്തിലൂന്നിയുള്ള പഠനങ്ങളാണ്. അവിടെ സർവത്ര മനസ്സ് ബഹിർമുഖമായാലേ പഠനം നടക്കും. അവിടെ മനസ്സ് ബഹിർമുഖമാകുകയാണ്. അങ്ങനെ ബഹിർമുഖമായി ഒരുപാട് പഠിച്ച് അറിഞ്ഞ് പ്രപഞ്ചത്തെക്കുറിച്ച് അറിഞ്ഞവർ ആത്മതത്വത്തെക്കുറിച്ച് എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാവോ അത് മഹാകാര്യമാണെന്ന് പറയുന്നതിൽ ഒരർത്ഥമില്ല. കാരണം അങ്ങനെ ഒരാൾ അന്തർമുഖനായി ആ പഠന രീതി വിട്ട്, അന്വേഷണ രീതി വിട്ട് അന്തർമുഖമായി സ്വസ്വരൂപത്തെ നിർവിഷയമായി അറിയുന്നുണ്ടെങ്കിൽ ശരി, അവിടെ നമുക്ക് അംഗീകരിക്കാം. ഇത് അയാൾ ഇതിനെക്കുറിച്ച് പറയാൻ അർഹനാണ്. അങ്ങനെ അല്ലെങ്കിൽ എന്താണ് പണ്ഡിതൻ മന്യേ എന്ന് പറയും. അത് ആധ്യാത്മിക ശാസ്ത്രം പഠിച്ചാലും ശരി, അവൻ പണ്ഡിതൻ മന്യനാണ്. ഒരാള് എല്ലാ അദ്വൈത ശാസ്ത്രങ്ങളും പഠിച്ചു, പ്രസ്ഥാനത്രയം എന്ന് പറയുന്നില്ല, ഗീത, ഉപനിഷത്ത്, ബ്രഹ്മസൂത്രം, അതിന്റെ ഭാഷ്യങ്ങൾ, ശങ്കരഭാഷ്യങ്ങൾ, പിന്നെ പ്രകടന ഗ്രന്ഥങ്ങൾ, മഹാപ്രസ്ഥാനം, അദ്വൈത സിദ്ധി, ചിസ്സതി, ഖണ്ഡന, ഖണ്ഡകാദ്യങ്ങൾ, പിന്നെ അതിന്റെ വ്യാഖ്യാനം, എല്ലാ ശാസ്ത്രങ്ങളും പഠിച്ച് ഏത് ഭാഗത്ത് നിന്ന് ചോദിച്ചാൽ എന്തും ഓർമ്മയുണ്ട്. പക്ഷെ ഇത് രണ്ട് രീതിയിൽ മനസ്സിലാക്കും. നീ പറയുന്ന തരത്തിലൊരു വിഷയമായിട്ട്, തന്റെ മുമ്പിൽ ഒരു വിഷയമായിട്ട് വെച്ച് വിശകലനം ചെയ്യും. അവിടെ അങ്ങനെ ഒരാൾ ഇത് ഈ വരികളിലൂടെ ഇതിന്റെ അർത്ഥത്തെ ഗ്രഹിച്ചതുകൊണ്ട് അയാളുടെ അറിവ് അന്തർമുഖമാകണമെന്ന് യാതൊരു നിയമവുമില്ല. കേവലം പഠനം. അതൊരിക്കലും ആത്മനിഷ്ഠമായ ഒരു അറിവാകണമെന്നില്ല. എങ്കിൽ അത് പണ്ഡിതൻ മന്യൻ. ഒരാൾ എത്രമാത്രം പഠിച്ചിരിക്കുന്നു എന്നുള്ള വെച്ചല്ല ഇതിൽ. അയാൾ ഇതിനെ അന്തർമുഖമായി എങ്ങനെ ഗ്രഹിച്ചിരിക്കുന്നു, അയാളിൽ തത്വം എത്രമാത്രം പ്രകാശിക്കുന്നുണ്ട്. തത്വം പ്രകാശിക്കുന്നതിന് ഈ ഗ്രന്ഥവരികളെ ആശ്രയിക്കേണ്ട ആവശ്യമില്ല. പറഞ്ഞില്ലേ, ഭാഷകാരൻ പറഞ്ഞില്ലേ, ശ്രവണ സമകാലയവ ജ്ഞാനം, ജ്ഞാനസമകാലയവും. പിന്നെ ബാക്കിയുള്ള ഗ്രന്ഥത്തിൻ്റെയൊക്കെ ആവശ്യമുണ്ടോ? അതില്ല വാസ്തവത്തിൽ. എന്നാലും പണ്ഡിതമന്യന്മാരുണ്ട്. തത്ര പണ്ഡിതമന്യാഹ. ഇനി ഈ ശാസ്ത്രങ്ങളെല്ലാം അറിഞ്ഞിരിക്കും. അത് ഈ അറിവിന് തടസ്സമാണല്ല, അറിഞ്ഞാലും ഈ അറിവിന് തടസ്സമല്ല. ഈ അറിവിന് തടസ്സം നിൽക്കാനൊന്നിനും ഇല്ല. അത്
അന്തർമുഖമായ അറിവാണെങ്കിൽ രണ്ടും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? ചിത്തവശ, ഒന്ന് ചിത്തത്തെ ആശ്രയിക്കുന്നു. പണ്ഡിതന്മാരെല്ലാം തന്റെ ബുദ്ധി ആശ്രയിക്കുന്നു. അവർ കേവലം താത്വികമായ വിശകലനത്തെ ആശ്രയിക്കും, ആത്മനിഷ്ഠമായ തത്വപ്രകാശനത്തെ അല്ല. ഇത് പറഞ്ഞല്ലോ, ശബ്ദം ജ്ഞാപകമാകുന്നു എന്ന് പറയുന്നത് അത് തന്റെ തന്നെ ഉള്ളിലുള്ള ഇരുളിനെ മാറ്റുമ്പോഴാണ്. അതിനാണ് അത് ജ്ഞാപകം എന്ന് പറയുന്നത്. ആ ഇരുളിനെ മാറ്റിയില്ലെങ്കിൽ അതിന് പറയും ചിത്തവശ, ബുദ്ധിയെ ആശ്രയിച്ചുള്ള അറിവ്. ബഹിർമുഖമായ അറിവ്, വിഷയനിഷ്ഠമായ പഠനം. അങ്ങനെ നടക്കുന്ന പണ്ഡിതന്മാര് അവരും ആത്മാവിനെ കുറിച്ചാണ് ചിന്തിക്കുന്നത്. ഇവിടെ പ്രധാനമായിട്ട് ഉദ്ദേശിക്കുന്നത് താർക്കികന്മാരെ കുറിച്ച്. ഈ താർക്കികന്മാരുടെ പ്രധാനമായ ചിന്താ വിഷയം എന്താണ്? ഈശ്വരൻ, ആത്മാവ്, ഇത് തന്നെയാണ്. അല്ലാതെ അവര് മറ്റുള്ളതിനല്ല പ്രാധാന്യം കൽപ്പിക്കുന്നു. മറ്റുള്ളതിനെ കുറിച്ച് അവർ ചിന്തിക്കുന്നുണ്ട്. പൃഥ്വി, അപ്പ്, തേജസ്, വായു, ആകാശം, കാലം, ദിക്ക്, ആത്മാ, മനസ്സ്, ഈ പദാർത്ഥങ്ങളെല്ലാം ചിന്തിക്കുന്നുണ്ട്. പക്ഷെ അവർ പറയുന്നത് എന്താണ്? ഇതൊക്കെ ചിന്തിക്കുന്നത് ഇതിൽ നിന്നെല്ലാം വേറെയാണ് ആത്മാവെന്നറിയാൻ വേണ്ടിയിട്ടാണ്, അതിനുവേണ്ടി മാത്രം. പക്ഷെ ആത്മാവെന്ന ഭാഗത്തേക്ക് എത്തുമ്പോൾ അവർ ബഹിർമുഖരാകും, വീണ്ടും അന്തർമുഖരാകത്തില്ല. വീണ്ടും അതും അവർക്കൊരു വിഷയമാണ്, ബുദ്ധിക്കൊരു വിഷയമാണ്. അതുകൊണ്ടാണ് പറയുന്നത് ചിത്തവശാത് സർവം പ്രമാണം ഇതരേതര വിരുദ്ധം പണ്യത് തഥാ പ്രത്യക്ഷാദി വിരോധമുദിച്ചു ബ്രഹ്മേകത്വേ. അതുകൊണ്ട് അവർക്ക് ഈ ബ്രഹ്മേകത്വത്തെ അംഗീകരിക്കാൻ കഴിയുന്നില്ല. ബ്രഹ്മേകത്വത്തെ അംഗീകരിക്കാതെ കഴിയുന്നില്ലെങ്കിൽ അതിന് തക്കതായ കാരണം കാണും. പറയുന്നില്ലേ, പഠിച്ച് ചിന്തിച്ച് കാട് കയറി എന്ന് പറയുന്നു. അങ്ങനെ സംഭവിക്കുക. ചില പറയും അവൻ പഠിച്ച് അവന്റെ തല തിരിഞ്ഞു പോയി. ഒരിക്കലും ആരും പഠിച്ച് തല തിരിയത്തില്ല. തല തിരിഞ്ഞവൻ പഠിച്ച അവന്റെ തല തിരിഞ്ഞു തന്നെ ഇരിക്കും. പഠനം അവന്റെ കുഴപ്പം, അവന്റെ തലയുടെ തിരിവാണ് കുഴപ്പം. തല നേരത്തെ തന്നെ തിരിഞ്ഞിരുന്നു, അതിൻ്റെ ഇടയ്ക്ക് പഠനം കൂടെ ആയി. മോങ്ങാനിരുന്ന നരിയുടെ തലയിൽ തേങ്ങ വീണെന്ന് പറയും. അതുപോലെ ഇങ്ങനെയും പറയാനുണ്ട്. അവൻ നാട്ടിലൊന്നും കുഴപ്പമില്ലാതിരുന്നു, കുറച്ച് ആധ്യാത്മികമായിട്ടൊക്കെ കുറച്ചു കാലം ചുറ്റിത്തിരിഞ്ഞു നടന്നു. തിരിച്ചു വന്നപ്പോൾ ചെറിയൊരു ലൂസ് എന്ന് പറയും. ആധ്യാത്മികം കൊണ്ട് സംഭവിച്ചാണ്, ഒരിക്കലും ആധ്യാത്മികം കൊണ്ട് സംഭവിച്ചല്ല. ആധ്യാത്മികം കൊണ്ട് ഇതുവരെ ആർക്കും ലൂസ് സംഭവിച്ചിട്ടില്ല. അങ്ങനെ ഒന്നും യാതൊരു ഭ്രമവും സംഭവിച്ചിട്ടില്ല. നാട്ടിൽ അത് ശരിയാണ്, നാട്ടിലവൻ കുറച്ചു കാലം കുഴപ്പമില്ലാതെയൊക്കെ നടന്നു. ചെറുതായിട്ട് ലൂസ് തുടങ്ങിയപ്പോൾ അവൻ ആധ്യാത്മികത്തിലേക്ക് കിടന്നു, കുറച്ചുകൂടെ വലുതായി. ചെറുതായി എന്തോ കർമ്മദോഷം എന്നേ പറയാൻ പറ്റും. ജീവന്മാർക്ക് പലതും വരാം. അവന്റെ കർമ്മത്തിനനുസരിച്ച് ചിലപ്പോൾ ബുദ്ധിക്ക് ചില പോരായ്മകളൊക്കെ സംഭവിക്കാം. അപ്പോൾ ആധ്യാത്മികത്തിൽ കടന്നു. അവിടെ ഇത് കൂടാനും കുറയാനും സാധ്യതയുണ്ട്. കഷ്ടകാലത്തിന് അവന്റെ കർമ്മം അനുകൂലമല്ലാത്തതുകൊണ്ട് ഇത് കൂടി. അതിന് ആധ്യാത്മിക ഉത്തരവാദിയല്ല. അതുപോലെയാണിത്. സ്വചിത്തവശ, തന്റെ ബുദ്ധി ആശ്രയിച്ച് അവർ ചിന്തിക്കുന്നത് കൊണ്ട് അവർ പറയുന്നു ബ്രഹ്മേകത്വം. അതിനവർ ചോദ്യം ചെയ്തു, ഇതെങ്ങനെ ബ്രഹ്മേകത്വം സാധ്യമാകും? സാധാരണക്കാരൻ ചോദ്യം ചെയ്താൽ നമുക്ക് മനസ്സിലായി, ഇത് പഠിച്ചവരാ ചോദ്യം ചെയ്യുന്നു.
അതുകൊണ്ടാണ് സമാധാനം പറയേണ്ടി വരുന്നത്. ഭാഷ്യകാരന്റെ സമാധാനങ്ങളെല്ലാം ഈ പഠിച്ചവരുടെതാണ്. പറയും പാമരന്മാരുടെ അടുത്ത് സംസാരിച്ചിട്ട് കാര്യമില്ല. കാരണം അവന് ചോദ്യങ്ങളില്ല, അവനൊന്നും ചോദിക്കാനില്ല, അവന് ഈ പറയുന്നൊന്നും മനസ്സിലാകുന്നേ ഇല്ല. അവനെന്ത് ചോദിക്കാണ്? എന്തെങ്കിലും ഗ്രഹിക്കുന്നവനോടല്ലേ പറഞ്ഞിട്ട് കാര്യമുള്ളൂ. ഇപ്പോഴല്ലേ ചോദ്യം വരത്തുള്ളൂ. അല്ലാത്തവനോട് എന്ത് പറയാൻ? അവൻ ഇതിനർഹനല്ലെന്ന് പറയും. ഗ്രഹിക്കാൻ പറ്റുന്നില്ല. മനസ്സങ്ങനെയല്ല. ബ്രഹ്മീകത്വ ചോദ്യന്തി അവരെന്ത് പറയുന്നു? ഈ പ്രമാണങ്ങളെല്ലാം പരസ്പര വിരുദ്ധമാണ്. പ്രത്യക്ഷാദി വിരോധം, പ്രത്യക്ഷത്തിന് വിരുദ്ധമാണ്. അതെങ്ങനെയാണെന്ന് അടുത്ത് വിശദീകരിക്കുന്നു. ശബ്ദാദേഹത്തിലെ ശ്രോത്രാദി വിഷയ ഭിന്ന പ്രത്യക്ഷത ഉപലഭ്യന്തേ ബ്രഹ്മേകത്വം പൂർവതാം പ്രത്യക്ഷ വിരോധ സ്യാത് തഥാ ശ്രോത്രാദി ശബ്ദാദ്യുപലബ്ധാര കർത്താശ്ച ധർമാധർമ്മയോ പ്രതിശരീരം ഭിന്ന അനുമീയന്തേ സംസാരണ. ആദ്യ പ്രത്യക്ഷ വിരോധം അങ്ങനെ വരുന്നു. വളരെയൊക്കെ അവർ ചിന്തിച്ചിട്ടും അവരെത്തിച്ചേരുന്നത് ഇങ്ങനെയാണ്. ഇവിടെ ശ്രോത്രാദികളാണ് ഇന്ദ്രിയങ്ങൾ. ശ്രോത്രാദി അവയുടെ വിഷയമാണ് ശബ്ദാദികൾ. ശബ്ദസ്പർശ രൂപരസഗന്ധം ഒക്കെ അവർ ചിന്തിച്ചിരിക്കുന്നു. ഇവിടെ എന്തൊക്കെയാണ് വിഷയം? ശബ്ദസ്പർശ രൂപരസഗന്ധം 5 ഇന്ദ്രിയങ്ങളത്ര 5. ശ്രോത്രത്വകക്ഷിരസന പ്രാണം. വിഷയങ്ങൾ 5, ശബ്ദം ഇന്ദ്രിയങ്ങൾ 5. അങ്ങനെ ചിന്തിച്ചെത്തി. ഇതെല്ലാം പ്രത്യക്ഷത ഉപലഭ്യന്തേ. ഇത് ചിന്തിച്ചപ്പോൾ മനസ്സിലായ കാര്യം പ്രത്യക്ഷത്തിലുള്ള കാര്യമാണ്, സ്വാനുഭവത്തിലുള്ളത്. ബ്രഹ്മേകത്വം പൂർവത നിങ്ങൾ പറയുന്നു ബ്രഹ്മേകത്വം പ്രത്യക്ഷ വിരോധസ്യ. ബ്രഹ്മേകത്വം എന്ന് പറയുമ്പോൾ നമ്മൾ സാധാരണ പറയുന്ന പോലെ ജീവാത്മാവ്, എന്റെ ഉള്ളിലിരിക്കുന്ന പരമാത്മാവ്, ഈ പ്രപഞ്ചത്തിനെല്ലാം ആധാരമായിരിക്കുന്ന രണ്ടും തമ്മിൽ ഒന്ന്. അങ്ങനെയല്ല. ബ്രഹ്മേകത്വം എന്ന് പറയുമ്പോൾ ഇവിടെ ഏകത്വമേ ഉള്ളൂ. അത് ജീവാത്മാവെന്നോ പരമാത്മാവെന്നോ പ്രപഞ്ചമെന്നോ അങ്ങനെയൊന്നുമില്ല. ഏകമായ ബ്രഹ്മം മാത്രം. ആ ഏകമായ ബ്രഹ്മമാണ് എന്ന് നിങ്ങൾ പറയുകയാണെങ്കിൽ ഇവിടെ ശബ്ദസ്പർശ രൂപരസഗന്ധങ്ങളും അവയെ ഗ്രഹിക്കുന്ന ഇന്ദ്രിയങ്ങളും എല്ലാം വെവ്വേറെ നിൽക്കുന്നു, വെവ്വേറെ ഗ്രഹിക്കുന്നു. ഈ ബ്രഹ്മേകത്വം എങ്ങനെ സാധ്യമാകും? സർവം ഖല്ലിതം ബ്രഹ്മ എന്ന് പറഞ്ഞു അങ്ങനെ ശരിയാകും. അനുഭവത്തിന് വിരോധം പറയാൻ പാടില്ല. ഇത് പ്രത്യക്ഷ വിരോധം. ഇനി അനുമാന വിരോധം എന്താണ്? തഥാ ശ്രോത്രാദിവി ശബ്ദാദ്യുപലബ്ധാര കർത്താരശ്ച ധർമാധർമ്മയോ. ഇനി ശ്രോത്രാദി ഇന്ദ്രിയങ്ങളിലൂടെ ശബ്ദാദ്യുപലബ്ധാര ശബ്ദാദികളെ ഗ്രഹിക്കുന്നവൻ, അങ്ങനെ ഒരുവൻ, അവനാണല്ലോ ജീവാത്മാ എന്ന് പറയുന്നു. ശ്രോത്രാദി ഇന്ദ്രിയങ്ങളിലൂടെ ശബ്ദങ്ങളെ ഗ്രഹിക്കുന്നു. കർത്താരസ്ഥ ധർമാധർമ്മയോഹോ, ധർമാധർമ്മങ്ങളുടെ കർത്താവ്, പുണ്യകർമ്മത്തിന്റെയും പാപകർമ്മത്തിന്റെയും ഉടയൻ. കർമ്മങ്ങൾ ചെയ്യുന്നവൻ. പ്രതിശരീരം ഭിന്ന, ഓരോ ശരീരത്തിലും വേറെ വേറെയാണ്. ഒന്നെന്ന് പറയാൻ പറ്റില്ല. കാരണം ഒരുത്തം പാപം ചെയ്യുമ്പോൾ വേറത്തെ പുണ്യം ചെയ്യും. ഒരാൾ ശബ്ദത്തെ ഗ്രഹിക്കും, വേറൊരാൾ സ്പർശത്തെ ഗ്രഹിക്കും. ഇത് വെച്ച് അനുമാനിക്കാൻ ഈ ഓരോ ശരീരവും നോക്കി ഈ ഓരോ ശരീരത്തിലെയും ചേഷ്ടകളെ കണ്ടുകൊണ്ടും അല്ലെങ്കിൽ തന്നെ ചിന്തിക്കും. താൻ തന്നെ ഞാൻ ഓരോ ഇന്ദ്രിയത്തിലൂടെയും ഭിന്ന ഭിന്ന വിഷയങ്ങളെ ഗ്രഹിക്കുന്നു.
ഒരേ ഞാൻ തന്നെ പുണ്യവും പാപവും ചെയ്യുന്നു. ഇതിന്റെ പിന്നിൽ എന്നിൽ ഒരാളുണ്ടായിരിക്കണം. അത് എന്നിലിരിക്കുന്നവനല്ല, അടുത്ത ശരീരത്തിലിരിക്കുന്നത് അവിടെ വേറെയാണ്. ഭിന്ന അനുമീയന്തേ സംസാരണ, അങ്ങനെ ഭിന്ന ഭിന്ന സംസാരികളെ അനുമാനിക്കുന്നു. താർക്കികന്മാരാണ് ആത്മാവിനെ അനുമാനിക്കുന്നത്. അവരോട് ഇത് പ്രത്യക്ഷമാണ്. പ്രത്യക്ഷമില്ല എന്നതുകൊണ്ട് അവർ പറയുന്നത് രൂപം, രസം, ഗന്ധം, സ്പർശം ഒന്നും അതിലില്ല, ഉണ്ടെങ്കിലേ പ്രത്യക്ഷമാണ്. എന്തുകൊണ്ട് പുസ്തകം പ്രത്യക്ഷം? അതിനൊരു വെളുത്ത രൂപമുണ്ട്, അല്ലെങ്കിൽ ഇതെങ്ങനെ പ്രത്യക്ഷമാണ്? അല്ലെങ്കിൽ ഇതിന് ഒരു ചതുര രൂപമുണ്ട്, അതുകൊണ്ട് അത് പ്രത്യക്ഷമാകുന്നു. ഇത് പ്രത്യക്ഷമല്ല. അതുകൊണ്ട് നമുക്ക് അനുമാനിക്കാം, പുണ്യപാപങ്ങൾ ചെയ്യുന്ന ഒരുവനുള്ളിലുണ്ട്. ശബ്ദസ്പർശ രൂപരസഗന്ധങ്ങളെ ഗ്രഹിക്കുന്ന ഒരുവനുള്ളിലുണ്ട്. അവനാണ് ആത്മാവ്. തത്ര ബ്രഹ്മൈകത്വം ബ്രുവതാം അനുമാന വിരോധ. ഇങ്ങനെ ഓരോ ശരീരത്തിലും പ്രതിശരീരം ഭിന്ന ഭിന്നമായ പ്രവൃത്തികൾ കാണുന്നു, ഭിന്ന ഭിന്നമായ വിഷയങ്ങളെ ഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നു ഓരോരുത്തരും. അതുകൊണ്ട് ആത്മാവ് പലതാണ്. ബ്രഹ്മേകത്വം വിരോധം അനുമാന വിരോധം. ബ്രഹ്മേകത്വം പറയാൻ കഴിയത്തില്ല. അപ്പോൾ പ്രത്യക്ഷത്തിന് വിരോധമായി ബ്രഹ്മേകത്വം, അനുമാനത്തിന് വിരോധമായി തഥാ ആഗമ വിരോധം വദന്തി. ഭേദവും പറയുന്നു, ആത്മാവ് വേറെ വേറെയാണ്. എങ്ങനെ? ഗ്രാമകാമോ യജേത, പശുകാമോ യജേത, സ്വർഗകാമോ യജേത ഇത്യമാദിവാക്യേഭ്യോ ഗ്രാമ പശു സ്വർഗാദി കാമാഹ തസാധനാദി അനുഷ്ഠാതാരശ്ച ഭിന്നാഹ അവഗമ്യന്തേ. നേരത്തെ പറയുന്ന സ്വർഗകാമോ യജേത എന്ന് പറയുമ്പോൾ എന്താണ്? സ്വർഗം എന്ന് പറയുന്ന ഒരു കാമ്യ വസ്തുവുണ്ട്, അതിനുവേണ്ടി യാഗം ചെയ്യേണ്ട ഒരുത്തിനുണ്ട്, അവൻ വേറെയാണ്. പിന്നെ പറയുന്നു പശുകാമം. അവിടെ ഈ പശു എന്ന് പറയുന്ന ഒരു കാമ്യ വസ്തുവുണ്ട്, അതിനുവേണ്ടിയുള്ള യാഗമുണ്ട്, അതിനെ കാമിക്കുന്നവൻ വേറെയുണ്ട്. സ്വർഗകാമോ യജേത, സ്വർഗം എന്ന് പറയുന്ന കാമ്യ വസ്തു, അതിനു വേണ്ടിയിട്ടുള്ള യാഗം, അത് ചെയ്യേണ്ട ഒരുവൻ. ഇവിടെയൊക്കെ ഭേദമാണ് വേദം പറയുന്നത്, അല്ലാതെ ബ്രഹ്മൈകത്വമല്ല. ഗ്രാമ പശു സ്വർഗാദി കാമാഹ, ഗ്രാമം പശും തുടങ്ങിയ കാമം എന്ന് വെച്ചാൽ കാമ്യ വസ്തുക്കൾ, തസാധനാദ്യ അനുഷ്ഠാതാര, അതിന്റെ ഉപായമായ യാഗം, അതിന്റെ ഉപാസന, പിന്നെ അതിന് അനുഷ്ഠിക്കുന്നവൻ ഭിന്നാഹവഗമ്യതയ. പ്രത്യക്ഷം, അനുമാനം, ആഗമം, ഇതാണ് മൂന്ന് മുഖ്യമായ പ്രമാണങ്ങൾ. ഇത് മൂന്നുമാണ് ആസ്തികന്മാർ. പ്രത്യക്ഷം, അനുമാനം, ആഗമം. ബാക്കിയുള്ളതെല്ലാം രണ്ടാമത് വരുന്നതേ ഉള്ളൂ. ഇതെല്ലാം കൂടെ ഭേദത്തെയാണ് പറയുന്നത്, അല്ലാതെ അദ്വൈതത്തെ. അത്ര ഉച്ചതേ സമാനം പറയാം. തേതു കുതർക്ക ദൂഷിത അന്ധകർണ ബ്രാഹ്മണാദിവർണ അപസത അനുകമ്പനീയ. കുതർക്ക ദൂഷിത അന്ധകർണ, കുതർക്കം കൊണ്ട് ദൂഷിതമായ അന്ധകരണത്തോടുകൂടിയവൻ. ബ്രാഹ്മണാദിവർണ അപസത, അപസതനെന്ന് വെച്ചാൽ നീചൻ. ബ്രാഹ്മണ അതിവർണത്തിലെ നീചന്മാര്. ഇത്രയും കാലം ബ്രാഹ്മണനെ പോയിട്ട് അവസാനം പറഞ്ഞു ബ്രാഹ്മണൻ നീചനാണ്. ഇവിടെ മാത്രം അത് ബ്രാഹ്മണാദിവർണ നീചൻ എന്ന് പറഞ്ഞു. ബ്രാഹ്മണാദി വർണ്ണത്തിലെ നീചൻ എന്നാണ്. അപസത നീചൻ.
ബ്രാഹ്മണനിൽ നീചനും ഉണ്ട് എന്ന് പറയുമ്പോൾ ബ്രാഹ്മണൻ എന്ന് പറയുന്നത് സാത്വികനല്ല എന്ന് വരുന്നു. അല്ലെങ്കിൽ പിന്നെ നീചബ്രാഹ്മണൻ ഇവിടെ കിട്ടുമോ? അപ്പൊ ഗുണമനുസരിച്ചല്ല ബ്രാഹ്മണനെന്ന് പറഞ്ഞു വരുന്നത്, ജന്മം കൊണ്ടാണ്. അതുകൊണ്ടാണ് പറയുന്നത് എന്താണ്, അവൻ ബ്രാഹ്മണനായി പോയിട്ടും അവൻ നീചനായിപ്പോയി എന്ന് പറയുന്നു. അല്ല, ബ്രാഹ്മണൻ ഗുണമനുസരിച്ചാണ് ബ്രാഹ്മണനെങ്കിൽ പിന്നെ എങ്ങനെ ബ്രാഹ്മണൻ നീചനാകും? രണ്ടും കൂടെ സംഭവിക്കും. ഇപ്പൊ ശങ്കരാചാര്യരുടെ പക്ഷത്തിൽ ശങ്കരാചാര്യർ പൊതുവെ ബ്രാഹ്മണൻ ക്ഷത്രിയൻ എന്നൊക്കെ പറയുമ്പോൾ അത് ജന്മം കൊണ്ട് തന്നെയാണ്, കർമ്മം കൊണ്ടല്ല. പൊതുവെ പറയുമ്പോൾ അപൂർവം ചില സന്ദർഭങ്ങളിൽ പറയും ബ്രഹ്മജ്ഞാനം കൊണ്ട് ബ്രാഹ്മണൻ എന്ന് പറയും. പക്ഷെ പൊതുവെ പറയും. ഇവിടെ ഇപ്പൊ പറയുന്നത് എന്താണ്, ഈ താർക്കികന്മാര് ബ്രാഹ്മണന്മാരാണ്, പക്ഷെ അവര് നീചന്മാരായിപ്പോയി. ഒരു കൂട്ടര് പറയണ്ട, ബ്രാഹ്മണൻ എന്ന് ശങ്കരാചാര്യ എവിടെയൊക്കെയാണോ പറഞ്ഞിരിക്കുന്നത് അവിടെയെല്ലാം ബ്രഹ്മജ്ഞാനികളെയാണ്, അല്ലാതെ ശങ്കരാചാര്യ ബ്രാഹ്മണൻ എന്ന് പറഞ്ഞിട്ടില്ല എന്ന് പറയും. അങ്ങനെയാണെങ്കിൽ ഇവിടെ ബ്രാഹ്മണ നീചൻ എന്ന് പറഞ്ഞത് ഏത് ബ്രഹ്മജ്ഞാനിയാണ്? നീചബ്രാഹ്മണൻ എന്ന് പറഞ്ഞു. അതിനെങ്ങനെ ആര് സമാധാനം പറയും? എന്ത് സമാധാനം പറയും? അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. ബ്രാഹ്മണൻ എന്ന് പറയുന്ന ശബ്ദത്തിന്റെ വ്യുത്പത്തി അനുസരിച്ച് ബ്രഹ്മജ്ഞാനി എന്നർത്ഥം പറയാം. ഇവിടെ ഇപ്പൊ പണ്ഡിതം മന്യ എന്ന് പറഞ്ഞു, ചിലടത്ത് പണ്ഡിതൻ എന്ന് പറഞ്ഞാൽ ആത്മജ്ഞാനി എന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഇവിടെ പണ്ഡിതൻ എന്ന് പറഞ്ഞാൽ ജ്ഞാനി എന്നുള്ള അർത്ഥത്തിലല്ല. അതുപോലെ ബ്രാഹ്മണൻ എന്ന് എവിടെയൊക്കെ പറയുന്നു അവിടെയൊക്കെ ഗുണത്തിനനുസരിച്ചാണ് പറഞ്ഞിരിക്കുന്നത് ശങ്കരാചാര്യർ എന്ന് പറയുന്നത്, അല്ല എന്നുള്ളതിന് തെളിവാണ്. അങ്ങനെ പറഞ്ഞിട്ടുള്ളൂ എന്ന് ചിലർ വാശി പിടിക്കും. അവർക്ക് ഇത് കാണിച്ചു കൊടുക്കും. ഇതിനെങ്ങനെ മനസ്സിലാക്കും? ബ്രാഹ്മണ നീചൻ എന്ന് പറഞ്ഞിരിക്കും. എന്ന് പറയുന്നത് അതെന്തുകൊണ്ടങ്ങനെ പറഞ്ഞു? കാരണം അന്ന് ആ കാലഘട്ടത്തിൽ ഈ ശാസ്ത്രവും മറ്റും പഠിക്കുന്നതും ചിന്തിക്കുന്നതും വേദമായാലും എല്ലാം ചെയ്യുന്നത് ബ്രാഹ്മണനാണ്. അല്ലെങ്കിൽ ബ്രാഹ്മണാദി എന്ന് പറയുന്നത് ക്ഷത്രിയന് പഠിക്കാം, വൈശ്യൻ അതൊക്കെ പഠിക്കാം. അന്ന് അധികാരമുള്ളത് അവർക്കൊക്കെയാണ്. ബ്രാഹ്മണ, ക്ഷത്രിയ, വൈശ്യ, ഇത് മൂന്ന് കൂട്ടം. അതിൽ മുഖ്യമായും ബ്രാഹ്മണനാണ് വേദാധ്യയനം ചെയ്യുന്നതും മുഖ്യ കർമ്മമാണ് ബ്രാഹ്മണൻ. അങ്ങനെ വേദ അധ്യയനം ചെയ്യുകയും ശാസ്ത്രമൊക്കെ മനസ്സിലാക്കുകയും ചെയ്തിട്ടും അവന് ഈ പറയുന്ന താല്പര്യം മനസ്സിലാകുന്നില്ല. അതുകൊണ്ട് അവന് ബ്രാഹ്മണ അപസതൻ എന്ന് പറഞ്ഞു, ബ്രാഹ്മണ നീചൻ എന്ന് പറഞ്ഞു. പഠിച്ചിട്ടും വിവരമില്ലാത്തവൻ, അറിഞ്ഞിട്ടും ബോധമില്ലാത്തവൻ എന്ന് പറഞ്ഞിരിക്കും. അനുകമ്പനീയ, നമ്മളൊരാളെ കുറിച്ച് പറയുന്നത് കഷ്ടം, പാവം, അനുകമ്പയ്ക്ക് അർഹരാണ്, ദുഃഖിക്കേണ്ടവരാണ്, അവരെ ഓർത്ത് അനുശോചനീയരാണ്, അവരെ കുറിച്ച് ശോചിക്കേണ്ടവരാണ്. എന്തുകൊണ്ട്? ആഗമാർത്ഥ വിച്ഛിന്ന സമ്പ്രദായബുദ്ധ, ആഗമ താല്പര്യരഹിതമായ സമ്പ്രദായത്തിലാണ് അവരുടെ ബുദ്ധി. ശ്രുതിക്കൊരു താല്പര്യമുണ്ട്, ആ താല്പര്യം ഇല്ല അവരുടെ സമ്പ്രദായത്തിൽ. കാരണം അവരെ സമ്പ്രദായത്തിൽ വന്നിരിക്കുന്നു, തർക്ക സമ്പ്രദായത്തിൽ വന്നിരിക്കുന്നു, അല്ലെങ്കിൽ അതുപോലുള്ള മറ്റേതെങ്കിലും സമ്പ്രദായത്തിൽ വന്നിരിക്കുന്നു. ഒരു പക്ഷെ അവനത് പറയുന്നവന്റെ ഗുരു പറഞ്ഞു കൊടുത്തായിരിക്കും. അവന് ആ വിവരം കിട്ടാതെ വന്നത് അവന്റെ ഗുരുവിന് ആ വിവരമില്ലാത്തതുകൊണ്ടായിരിക്കും. അതുകൊണ്ട് പറയുന്നു ആഗമാർത്ഥ വിച്ഛിന്ന സമ്പ്രദായ ബുദ്ധി. അതുകൊണ്ടാണ് ചിലർ പറയുന്നതാണ് അസമ്പ്രദായ ഗീതയിൽ പറഞ്ഞു, മറ്റെവിടെയൊക്കെ വന്നു. മൂർഖവ, വെറും മൂഢനാണ്. അങ്ങനെ ശാസ്ത്രം പഠിച്ചവനാണെങ്കിലും ശാസ്ത്രം പഠിക്കാത്ത മൂഢനെ പോലെ തന്നെ അവനെയും ഉപേക്ഷിക്കണം. അവനെ ഈ ബ്രഹ്മയുഗത്വ ബോധമില്ലാത്തവൻ,
അവൻ എത്ര ശ്രേഷ്ഠനായ ബ്രാഹ്മണ കുലത്തിൽ പിറന്നവനായാലും ശരി, അവൻ എന്തുകൊണ്ട് ഗൗതമനും കണാമനും ഇതിനുമൊക്കെ ഈ ദൃഷ്ടി കൂടെ ചിന്തിച്ചു കഴിഞ്ഞാൽ അവരെല്ലാം നീചന്മാരാണ്. അവർ ഭേദത്തെയാണ് ബോധിപ്പിക്കുന്നതെങ്കിൽ, ഇനി അവരെ തത്വജ്ഞാനത്തെ മറ്റുള്ളവർ ഭേദത്തിൽ വ്യാഖ്യാനിച്ചതാണെങ്കിൽ അവരുടെ കുറ്റമല്ല. അങ്ങനെ പറഞ്ഞു വേണമെങ്കിൽ നമുക്ക് അവരെയൊക്കെ രക്ഷപ്പെടുത്താം. അല്ല, ഇനി അവര് ആ ഭേദമാണ് പറഞ്ഞിരിക്കുകയാണ്, അവര് എല്ലാം ബ്രാഹ്മണ കുലത്തിൽ പിറന്നവര് തന്നെ പക്ഷെ നീചന്മാരാണ് എന്ന് പറയും, അപസദന്മാരാണ്. എന്തുകൊണ്ട്? സ്വയം വഴിതെറ്റിയിരിക്കുന്നു, മറ്റുള്ളവരെ വഴിതെറ്റിക്കുകയും ചെയ്യുന്നു. അതുകൊണ്ടാണ് അവരെ നീചന്മാരെന്ന് വിളിച്ചത്. അവരുടെ സമ്പ്രദായം തന്നെ തെറ്റായിപ്പോയി. അസമ്പ്രദായ ബുദ്ധ സമ്പ്രദായ ബുദ്ധികളല്ല. അവരെയൊക്കെ ഈ ഒരു കാര്യത്തിൽ അല്ല പറയുന്നത്, അതും വേണം. അവർ ബുദ്ധിയില്ലാത്തവരെന്നോ അറിവില്ലാത്തവരെന്നോ പാണ്ഡിത്യമില്ലാത്തവരെന്നോ ആചാരമില്ലാത്തവരെന്നോ ഒന്നുള്ള അർത്ഥത്തിലല്ല അവരെ നീചന്മാരെന്ന് പറയുന്നു. അവർക്ക് ഒരുപാട് സദ്ഗുണങ്ങളുള്ളവരാണ്, അതൊക്കെ അംഗീകരിക്കാം. അവിടെയൊന്നും അവർ നീചന്മാരല്ല, അവരെല്ലാം മഹാബ്രാഹ്മണന്മാർ തന്നെ. പക്ഷേ ഈ ഒരു കാര്യം വരുമ്പോൾ അവർ നീചന്മാരാകും. ആത്മ ഏകത്വം എന്ന് പറയുന്ന കാര്യം വരും. ഒരാൾക്ക് ഒരുപാട് ഗുണങ്ങളുണ്ടെങ്കിൽ ചില ദോഷം വരുമല്ലോ. ഗുണങ്ങളെ കണ്ടുകൊണ്ട് നമ്മൾ പുകഴ്ത്തും, ദോഷങ്ങളെ കണ്ടുകൊണ്ട് ചിലർ നിന്ദിക്കും. അതുപോലെ ഇവിടെ പറയുകയാണ്, ആത്മീകത്വം ആ ബോധം അവർക്ക് വരുന്നില്ല. ആ സമ്പ്രദായത്തിൽ അവരിതുവരെ എത്തിയിട്ടില്ല. വിച്ഛിന്നമായി പോയി. ആ സമ്പ്രദായ രഹിതന്മാരാണ് അവര്. എന്താണ് അവരുടെ യുക്തി? അവർ പറയുന്നത് ഇവിടെ ശബ്ദസ്പർശരൂപരസഗന്ധങ്ങളെ ചോദിക്കുന്നു. ശ്രോത്രാദിദ്വാരൈ ശബ്ദാദിഭി പ്രത്യക്ഷ ഉപലഭ്യമാനൈ ബ്രഹ്മണ ഏകത്വം വിരുദ്ധ്യതേ ഇതി വദന്തോ വക്തവ്യ. ഈ നീചന്മാരോട് ചോദിക്കുന്നു, പഠിച്ച കഴുതകളോട് ചോദിക്കുന്നു എന്നാണ്. എന്താണ്? ശ്രോത്രാദിദ്വാരൈ, ഈ ശ്രോത്രാദി ഇന്ദ്രിയങ്ങളിലൂടെ ശബ്ദാദിഭി പ്രത്യക്ഷ ഉപലഭ്യമാനൈ ശബ്ദങ്ങളെ ഗ്രഹിക്കുന്നു, പ്രത്യക്ഷമായ ഇതിനെല്ലാം ഗ്രഹിക്കുന്നു, അതിലൂടെ ശബ്ദാശ്രയമായ ദ്രവ്യങ്ങളെ ഗ്രഹിക്കുന്നു. ഇതെല്ലാം പ്രത്യക്ഷമായി ഗ്രഹിക്കുന്നുണ്ട്. ബ്രഹ്മണ ഏകത്വം വിരുദ്ധ്യതേ, ബ്രഹ്മത്തിന്റെ ഏകത്വം ശരിയാകുന്നില്ല, പ്രത്യക്ഷാനുഭവത്തിന് വിരുദ്ധമാണ്. എന്ന് വെച്ചാൽ നേരെ പറഞ്ഞാൽ ഇവിടെ നാനാത്വം കാണുന്നുണ്ട്, നിങ്ങൾ പറയുന്ന ഏകത്വം ഇവിടെ യോജിക്കുന്നില്ല. ഇത് എന്തോ വക്തവ്യം. അങ്ങനെ പറയുന്നവരോട് എനിക്കൊന്ന് ചോദിക്കാനുണ്ട്. ഭാഷ്യകാരൻ പറയുന്നു, നിങ്ങൾ വലിയ ബുദ്ധിമാന്മാരാണ്, ഒരുപാട് ശാസ്ത്രങ്ങളും തത്വങ്ങളും ഒക്കെ പറയുന്നു. അപ്പം നിങ്ങളുടെ തത്വത്തിൽ നിന്നുകൊണ്ട് ചോദിക്കാം, എന്താണോ കിം ശബ്ദാദീനാം ഭേദേന ആകാശേകത്വം വിരുദ്ധ്യത? നിങ്ങൾ തന്നെ പറയുന്നുണ്ടല്ലോ ആകാശം വ്യാപകമാണ്, ഏകമാണ്, പല ആകാശമുണ്ടെന്ന് പറയുന്നില്ല. ആകാശത്തിന് രൂപമില്ല, അതുകൊണ്ട് കണ്ണുകൊണ്ട് കാണാൻ വയ്യ. പക്ഷെ ശബ്ദത്തിലൂടെ അനുമാനിക്കും. ശബ്ദത്തിന് ആശ്രയമായ ഒരു ദ്രവ്യം ഉണ്ട്. ആ ദ്രവ്യം പൃഥ്വിയല്ല, അപ്പല്ല, തേജസ്സല്ല, വായുവല്ല, അതുകൊണ്ട് ആകാശമാണ്. അനുമാനത്തിലൂടെ ശ്രദ്ധിക്കും. അപ്പോൾ ശബ്ദമേകമല്ലല്ലോ, അനേകം. അനേകമായ ശബ്ദം പ്രത്യക്ഷമായി അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്നതുകൊണ്ട് അതിന്റെ ആധാരമായ ആകാശത്തെ നിങ്ങൾ പലതാണെന്ന് പറയുന്നു, അത് ഏകമെന്ന് പറയുന്നു. അതാ ചോദിക്കുന്നു. ശബ്ദം ഇവിടെ അനുഭവപ്പെടുന്നുണ്ട് പലത്, അതിലൂടെയാണ് ആകാശത്തെ അനുമാനിച്ചത്. ആ ശബ്ദാശ്രയമായ ആകാശം ശബ്ദം പലതായതുകൊണ്ട്, ആകാശം പലതാണ്, ഒരു ശബ്ദത്തിനൊരാകാശം, അതവർ സമ്മതിക്കത്തില്ല. ശബ്ദം പലതാണ്, പക്ഷെ ആകാശം ഏകമാണ്. അങ്ങനെയാണെങ്കിൽ ശബ്ദസ്പർശരൂപ രസഗന്ധങ്ങളെല്ലാം പലതാണെങ്കിലും
ഈ ശബ്ദസ്പർശരൂപരസഗന്ധങ്ങളുടെ ഗ്രാഹകനായിരിക്കുന്ന ആത്മാവ് അവന് ഏകൻ തന്നെ. എന്താ അവിടെ തടസ്സം? കിം ശബ്ദാദീനാം ഭേദേന ആകാശേകത്വം വിരുദ്ധ്യന്തേ അധന വിരുദ്ധ്യത, അങ്ങനെയാണ് പറയേണ്ടി വരും. താർക്കികന്മാർക്ക് പറയേണ്ടി വരും. ന്യായ വൈശേഷിക ദർശനത്തെ പിന്തുടരുന്നവർക്ക് പറയേണ്ടി വരും ആകാശം ഏകമാണ്, വിഭുവാണ്, വ്യാപകമാണ്, അതൊരു ഭേദവുമില്ല എന്ന് പറയേണ്ടി വരും. അങ്ങനെ പറയുകയാണെങ്കിൽ തർഹി പ്രത്യക്ഷ, അങ്ങനെയാണെങ്കിൽ നിങ്ങളവിടെ പ്രത്യക്ഷ വിരോധത്തെ നിങ്ങളേനെ ഉപേക്ഷിച്ചു. ശബ്ദം ഒരു പറയുന്ന ശബ്ദഗുണകം ആകാശം എന്നാണ്. ആകാശം ശബ്ദം എന്നുള്ള ഗുണമുള്ളതാണ്. അങ്ങനെ ആകാശഗുണമായ ശബ്ദം പലതായിരുന്നിട്ടും ആകാശം ഒന്നാകുന്നതിന് പ്രത്യക്ഷ വിരോധമില്ല. എങ്കിൽ ഈ പ്രപഞ്ച നാനാത്വം ഇങ്ങനെയിരിക്കെ ഈ നാനാത്വത്തിന് ആധാരമായിരിക്കുന്ന ആ ബ്രഹ്മം അതും ഏകമായിരിക്കുന്നതിന് വിരോധമില്ല. പിന്നെ അത് ബ്രഹ്മം എങ്ങനെയാണ്, അതെങ്ങനെയിരിക്കുന്നു, അതിന് ഈ പ്രപഞ്ചമായിട്ട് എന്താ ബന്ധം, അതൊക്കെ പിന്നീട് ചിന്തിക്കാം. പക്ഷെ നിങ്ങളുടെ യുക്തിക്കും മറയുക്തി പറയുകയാണ്. ബ്രഹ്മ ഏകത്വത്തിന് ഇവിടെ വിരോധമൊന്നും ഇല്ല. സാധാരണ ആൾക്കാർ പറയുന്നതാണ് ഇതെല്ലാം പലതായി കാണുന്നുണ്ട്, ഈ പറയുന്ന ഏകത്വം ശരിയാകത്തില്ല. സാധാരണ ആർക്കും പറയാമെന്നുള്ള ഒരു സിദ്ധാന്തമാണ്. ലോകം നാനാരൂപത്തിൽ കാണപ്പെടുന്നു, അതുകൊണ്ട് ഏകത്വം സാധ്യമല്ല. ഒന്നോട് വേറിട്ടിരിക്കുന്നു, അതുകൊണ്ട് ഏകത്വം സാധ്യമല്ല. എന്തുകൊണ്ട് സാധ്യമല്ല? അങ്ങനെ അത് പറഞ്ഞു കഴിഞ്ഞാൽ പ്രത്യക്ഷാനുഭവത്തിന് വിരോധം വരും. നാനാത്വം പ്രത്യക്ഷാനുഭവമാണ്, ഏകത്വം അങ്ങനെയല്ല. അതിന് സമാനം ആണ് ഇവിടെ പറഞ്ഞത്. ശരിയാണ്, ഈ നാനാത്വം ഇന്ദ്രിയത്തിലൂടെ അറിഞ്ഞുകൊണ്ടിരിക്കുന്നു. പക്ഷെ ഇതിനാധാരമായിട്ടൊരു ഏകത്വമുണ്ട്. മനസ്സിലാക്കണമെങ്കിൽ നിങ്ങൾ ആകാശത്തെക്കുറിച്ച് ചിന്തിച്ചു. ആ ഏകത്വത്തെ ശ്രുതി പറയുന്നുണ്ട്, അല്ലെങ്കിൽ അറിവുള്ള ആൾക്കാർ പറയുന്നു, തത്വജ്ഞന്മാർ പറയുന്നു ഏകത്വമാണ്. അത് നിങ്ങൾക്ക് വിശ്വാസം വരെ നിങ്ങളതിനെ ചോദ്യം ചെയ്യുന്നു. യുക്തി ഉപയോഗിച്ച് ചോദ്യം ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങളിത് പരിശോധിച്ചു. ആകാശവും മാർഗം പരിശോധിക്കുകയാണ്. പല ആകാശമാർഗങ്ങളും കാണുന്നുണ്ടോ? ഇല്ല. എന്നാ ഈ പ്രത്യക്ഷ വിരോധം. അങ്ങനെയാണെങ്കിൽ ഇവിടെ പ്രത്യക്ഷ വിരോധമില്ല. ശബ്ദം പലതായിരിക്കുന്നു, ആകാശം ഒന്നായിരിക്കുന്നു. ഈ പ്രപഞ്ചം നാനാരൂപത്തിലിരിക്കുന്നു, ഏകത്വം ഒന്നായിരിക്കുന്നു, സത്യമായിരിക്കുന്നു. ശരി.